പി എസ് സി യെസ്, ഇതിൻ്റെ റെക്കോർഡ് ചെയ്ത വീഡിയോ അവൈലബിൾ ആണ്. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. യഥാർത്ഥത്തിൽ ഒരു 50 പേജ് കൂടുതലുണ്ട് ഇത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വിടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് എത്ര അടയ്ക്കണം, ഏതൊക്കെ പേപ്പർ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് പേപ്പർ ചൂസ് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ ഓരോ തസ്തികൾക്കും വേണ്ടുന്ന പേപ്പേഴ്സ് ഏതാണ്, അതിന് ഓരോന്നിനും എത്ര രൂപ, ഒരു പേപ്പറിന് എത്ര രൂപയാണ് ഫീസ്, അതാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ 1 day രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ഉണ്ട്, അതെങ്ങനെ ചെയ്യാം, അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടി ഞാൻ ക്ലാസ്സിന് ശേഷം സെപ്പറേറ്റ് വീഡിയോ യൂട്യൂബിലുള്ളത് അയച്ചു തരാം. അത് വളരെ എളുപ്പം നമുക്ക് 1 day രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യം നോട്ടിഫിക്കേഷൻ ഒന്ന് വായിക്കാം. നോട്ടിഫിക്കേഷൻ പ്രധാനപ്പെട്ടതൊന്ന് പറഞ്ഞു പോകാം. നോട്ടിഫിക്കേഷൻ 9/1/2026 വന്നിട്ടുള്ളത്. അവസാന തീയതി ഫെബ്രുവരി 11 രാത്രി 12 മണി വരെയാണ്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഈ മാസം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തിരിക്കണം. കഴിയുന്നതും വിത്തിൻ 1 വീക്കെങ്കിലും അപ്ലൈ ചെയ്യണം. കേരള PSC കേരളത്തിലെ മൊത്തത്തിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 3 സോണുകളായി തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് 3 സോണുകളിലാണ് പരീക്ഷ നടത്തുന്നത്. ഒരു ഉദ്യോഗാർത്ഥി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് സോണാണ്. ഓൺലൈൻ വഴി ആദ്യം ഒരു 1 day രജിസ്ട്രേഷൻ ചെയ്യണം അല്ലേ. ആ 1 day രജിസ്ട്രേഷൻ www.keralapsc.gov.in എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ കയറിയാൽ 1 day രജിസ്ട്രേഷൻ ചെയ്യാം. അതിൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ഓപ്ഷൻ ഉണ്ട്. അത് PSC തുളസിയിലേക്കാണ് പോകുന്നത്. അതുകൂടാതെ നമുക്കറിയാമല്ലോ, PSC സൈറ്റിൽ കയറുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ PSCയുടെ ന്യൂസ് ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ബട്ടൺസ് ഇങ്ങനെ കാണും, ഇന്റർഫേസ് കാണും. അതിൽ രണ്ടാമതായിട്ട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. ഞാൻ അതിൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പോൾ അത് 1 day രജിസ്ട്രേഷൻ എങ്ങനെ നടത്തണമെന്നുള്ളതിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം മാത്രമേ രജിസ്ട്രേഷൻ, ഒറ്റ രജിസ്ട്രേഷനെ പാടുള്ളൂ. ഇപ്പം ജോലിക്ക് വേണ്ടി PSC തുളസിയിൽ രജിസ്റ്റർ ചെയ്യാം. ആ രജിസ്ട്രേഷൻ അല്ല ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് വേണ്ടിയുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് പ്രത്യേകം രജിസ്റ്റർ ചെയ്യണം. പക്ഷെ അതൊരു രജിസ്ട്രേഷനെ പാടുള്ളൂ. മുൻ പരീക്ഷകൾക്ക് ഓൺലൈനായി അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്ന് PSC പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ടല്ലോ, മുൻ പരീക്ഷകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും വീണ്ടും രജിസ്റ്റർ ചെയ്യാനോ ഒന്നിൽ കൂടുതൽ പ്രൊഫൈൽ നിലനിർത്തുവാനോ പാടുള്ളതല്ല. അവർ പ്രസ്തുത രജിസ്ട്രേഷനിലുള്ള പ്രൊഫൈലിലൂടെ മാത്രം ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ കാഴ്ച പരിമിതരായ പരീക്ഷാർത്ഥികൾക്ക് ഒരു വാചാ പരീക്ഷയ്ക്കുള്ള അപേക്ഷയും പ്രത്യേകമായിട്ട് വിജ്ഞാപനം ഉണ്ട് കേട്ടോ. ഇതേ തീയതി തന്നെ കാഴ്ച പരിമിതർക്ക് വേണ്ടി പ്രത്യേകിച്ച് വാചാ പരീക്ഷയാണ് നടത്തുന്നത്. അതിന് സെപ്പറേറ്റ് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് ഓർത്തിരിക്കുക. 2026 ഫെബ്രുവരി 11 രാത്രി 12 മണി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത്. യെസ്, പരീക്ഷാർത്ഥികൾ വിജ്ഞാപനം വ്യക്തമായി വായിച്ചതിന് ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. വിജ്ഞാപന പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള അപേക്ഷകൾ അയോഗ്യമാക്കപ്പെടുന്നതാണ്. ഇപ്പൊ വിജ്ഞാപനം ഒന്ന് ഓടിച്ചെങ്കിലും വായിക്കണം കേട്ടോ. അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് പിന്നീട് രണ്ടാമത് വായിക്കേണ്ടി വരില്ല. OMR ഓൺലൈനായി നടക്കുന്ന വകുപ്പ് തല പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളിൽ ഒന്നിൽ OMR ആകാം, അല്ലെ ഓൺലൈൻ ആകാം. അക്കൗണ്ടൻസ് ലോവർ, അക്കൗണ്ടൻസ് ഹയർ, ഇതൊക്കെ OMR തന്നെയാണ്. അക്കൗണ്ടൻസ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും മറ്റേ MOP KER ഒക്കെ ഓൺലൈൻ പരീക്ഷകളാണ്. ചോദ്യങ്ങളിൽ എല്ലാ ഇംഗ്ലീഷ് ചോദ്യങ്ങൾക്കും മലയാള പരിഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെയും മലയാളം പരിഭാഷയുണ്ട്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, മൈനോറിറ്റി ലാംഗ്വേജ് ടെസ്റ്റ് എന്നിവ വകുപ്പ് തല പരീക്ഷയുടെ ഒഴികെ എല്ലാ ടെസ്റ്റുകളും 2012 ജൂലൈ മുതൽ ഒബ്ജക്റ്റീവ് രീതിയിലാണ്. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ ഏർപ്പെടുത്തിയത് 2012 ജൂലൈ മുതലാണ് കേട്ടോ. 2019 ജനുവരി മുതൽ ആൽഫ കോഡ് ബാധകമായിട്ടുള്ള ഓൺലൈൻ OMR പരീക്ഷയാണ് നടത്തുന്നത്. ഓരോ പേപ്പറിന്റെയും പരമാവധി മാർക്ക് 100ഉം വിജയിക്കുന്നതിനുള്ള മിനിമം മാർക്ക് 40ഉമാണ്. നെഗറ്റീവ് മാർക്ക് ബാധകമാണ്. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് ലഭിക്കുകയും ഓരോ തെറ്റുത്തരത്തിനും 3-1 മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. വകുപ്പ് തല പരീക്ഷകൾക്ക് നിലവിലുള്ള വിത്തൗട്ട് ബുക്സ് ഇത് തുടരുന്നതാണ്. ഈ വിജ്ഞാപന പ്രകാരം വിവരണാത്മക പരീക്ഷകളും പ്രായോഗിക പരീക്ഷകളും ഒഴികെയുള്ള പരീക്ഷകൾ ഓൺലൈൻ അല്ലെങ്കിൽ OMR ആയി നടത്തുന്നതാണ്. പരീക്ഷകൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് 3 സോണായി തിരിച്ചിട്ടുണ്ട്. 3 മേഖലകളാണ്. നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 1 day രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും.
നോട്ടിഫിക്കേഷൻ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ചൂസ് ചെയ്യേണ്ടുന്നത് അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ടാവും. നമ്മൾ ആദ്യം സോണാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം തിരുവനന്തപുരം സോണിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം തന്നെ തിരഞ്ഞെടുക്കണം. എറണാകുളം സോണിൽ വരുന്നവർ ആ സോൺ തിരഞ്ഞെടുക്കണം. പിന്നെ കോഴിക്കോട്. അങ്ങനെ 3 മേഖലകളാണ് തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും ഒരു മേഖലയാണ് തിരഞ്ഞെടുക്കുന്നത്. തിരുവനന്തപുരം മേഖലയിൽ ഏതൊക്കെ ജില്ലകളാണ്? തിരുവനന്തപുരം മേഖലയിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ. ഈ ജില്ലകളിൽ ജോലി ചെയ്യുന്നവർ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നവർ തിരുവനന്തപുരം മേഖല അഥവാ സോൺ തിരഞ്ഞെടുക്കണം. എറണാകുളം മേഖല കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളാണ് എറണാകുളം മേഖല. പിന്നെ കോഴിക്കോട് മേഖല മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഇപ്പം മനസ്സിലായല്ലോ അവരവരുടെ സോൺ ഏതാണെന്ന്. അതായത് ജില്ലകളിലെ ഏത് സോണിൽ വരുന്നത് മനസ്സിലാക്കുക. പരീക്ഷാർത്ഥികൾക്ക് അതായത് മേഖലകളിൽ ഉൾപ്പെടുന്ന ജില്ലകൾ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മൾ മേഖല തിരഞ്ഞെടുത്താൽ പിന്നെ ജില്ലകൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഈ ജില്ലകളൊക്കെ എല്ലാ ജില്ലകളും ചൂസ് ചെയ്യണം. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആദ്യം ഏതാണോ സൗകര്യം അത് ചൂസ് ചെയ്യണം. തിരുവനന്തപുരമോ കൊല്ലമോ ആലപ്പുഴയോ, പക്ഷെ എല്ലാ ജില്ലകളും ചൂസ് ചെയ്യണം. അത് ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ്. മുൻഗണനാക്രമത്തിൽ പിന്നെ ജില്ലകൾ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ KSR പാർട്ട് 1 റൂൾ 12(7) നോട്ട് 2 പ്രകാരം നിർബന്ധിത വകുപ്പ് തല പരീക്ഷയിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് പരീക്ഷാ ദിവസങ്ങൾ പ്രസ്തുത പരീക്ഷാ കേന്ദ്രത്തേക്കും തിരിച്ചുള്ള യാത്രയ്ക്ക് ആവശ്യമായ സമയം ഉൾപ്പെടെ ഡ്യൂട്ടിയായി പരിഗണിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ TA അനുവദിക്കും. 2 പ്രാവശ്യം TA കിട്ടും. റൂൾ 77 മുതൽ 79 വരെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. വകുപ്പ് തല പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പായി പരീക്ഷാർത്ഥികൾ ഓൺലൈനായി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് 1 ഡേ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. അപ്പോൾ ആദ്യം 1 ഡേ രജിസ്ട്രേഷൻ നടത്തണം. രജിസ്ട്രേഷൻ സമയത്ത് ഓരോ പരീക്ഷാർത്ഥിയും തങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളായ ജനനത്തീയതി, മേൽവിലാസം, ഔദ്യോഗിക പദവി, ഔദ്യോഗിക മേൽവിലാസം മുതലായവ നൽകുന്നതിനോടൊപ്പം അതുപോലെ ആധാർ ID ചോദിക്കും. പിന്നെ നിർദ്ദേശിപ്പിക്കപ്പെട്ട രീതിയിൽ തങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. തുടർന്നൊരു യൂസർ ID നൽകുന്നതാണ്. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ അയച്ചു തരാം കേട്ടോ. പരീക്ഷാർത്ഥികൾ തന്നെ പാസ്വേഡും യൂസർ ID തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവ രണ്ടും രഹസ്യമായി സൂക്ഷിക്കേണ്ടതും എവിടെയെങ്കിലും നന്നായിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയറിയിലോ മറ്റോ എഴുതിയിട്ടേക്കണം. അപേക്ഷയിലൂടെ നൽകുന്ന വ്യക്തി വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും പരീക്ഷാർത്ഥികളുടെ ചുമതലയാണ്. ഒരു പരീക്ഷാർത്ഥി യാതൊരു കാരണവശാലും ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊഫൈൽ സൃഷ്ടിക്കുവാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ പ്രൊഫൈൽ സൃഷ്ടിക്കരുത്. അഥവാ ഒരു പ്രൊഫൈൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും മറന്നു പോയിട്ടുണ്ടെങ്കിൽ PSC ഓഫീസോട്ട് ബന്ധപ്പെടണം. അവരൊരു പാസ്വേഡ് യൂസർ ID ഒക്കെ തരും. അത് വെച്ചിട്ട് ശേഷം നമുക്ക് പിന്നെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പ്രൊഫൈലിൽ ആധാർ കാർഡിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തണം. ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ പ്രൊഫൈൽ സൃഷ്ടിക്കുന്ന പരീക്ഷാർത്ഥികളുടെ പരീക്ഷാർത്ഥിത്വം റദ്ദാക്കുന്നതും അവർക്കെതിരെ ഉചിതമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ പറയുന്നു. തങ്ങളുടെ യൂസർ ID, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ഓരോ പ്രാവശ്യവും അപേക്ഷ ക്ഷണിക്കുന്ന മുറയ്ക്ക് പരീക്ഷാർത്ഥികൾക്ക് വകുപ്പ് തല പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നമുക്ക് ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്താൽ മതി. 1 ടൈം രജിസ്ട്രേഷൻ ആണ്. പിന്നെ എപ്പോഴും അപ്ലൈ ചെയ്യുന്നതിനും ആ പ്രൊഫൈലിൽ തന്നെ കയറണം. പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ പരീക്ഷാർത്ഥി ഒറ്റ പ്രൊഫൈൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഒറ്റ പ്രൊഫൈലിൽ നിന്നും ഏത് വകുപ്പ് തല പരീക്ഷയ്ക്കും അപേക്ഷിക്കാൻ കഴിയും. രജിസ്ട്രേഷൻ ഉപയോഗിക്കേണ്ട ഫോട്ടോയുടെ സവിശേഷതകൾ. പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന പരീക്ഷാർത്ഥികൾ ആദ്യമായി വകുപ്പ് തല പരീക്ഷയ്ക്ക് 1 ഡേ രജിസ്ട്രേഷൻ ചെയ്യുന്നവർ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 6 മാസത്തിനകം എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയിൽ തീയതി വേണം. 6 മാസത്തിനുള്ള തീയതി ആയിരിക്കണം. അതുപോലെ 10 വർഷത്തിലൊരിക്കൽ ഫോട്ടോ മാറ്റിയാൽ മതിയാവും. ഇപ്പൊ ഓൾറെഡി 10 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോ ചേഞ്ച് ചെയ്യണം. അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾ 10 വർഷം പെട്ടെന്നൊക്കെ വായിച്ചു വിട്ടേക്കാം. കാലാവധി അധികരിച്ച ഫോട്ടോകൾക്ക് പകരം പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപേക്ഷയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും ഫോട്ടോയിൽ പ്രിന്റ് ചെയ്യുകയോ മറ്റു വിധത്തിൽ രേഖപ്പെടുത്തുകയോ വ്യക്തമായി വായിക്കത്തക്ക രീതിയിൽ. അറിയാമല്ലോ അതൊക്കെ. നമ്മൾ ഫോട്ടോ പ്രിന്റ് ചെയ്ത് തന്നെ വാങ്ങണം. മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോയും നമ്മുടെ കമ്പ്യൂട്ടർ വഴി എടുക്കുന്ന ഫോട്ടോ ഒന്നും ഉപയോഗിക്കരുത്. നമ്മൾ ക്യാമറ എടുത്തിട്ട് സ്റ്റുഡിയോ ഫോട്ടോ ഉപയോഗിക്കുക. വകുപ്പ് തല പരീക്ഷ പ്രൊഫൈലിലെ പേരും ഫോട്ടോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരും ഇനിഷ്യൽ ഉൾപ്പെടെ ഒന്നായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പേരിന് ശേഷമാണ് ഇനിഷ്യലെങ്കിൽ അതുപോലെ തന്നെ ചെയ്തിരിക്കണം കേട്ടോ. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ പേരിന് മുമ്പ് ഇനിഷ്യലും ഫോട്ടോയിൽ പേരിന് ശേഷമാണ് ഇനിഷ്യലെങ്കിലും ചിലപ്പോൾ റിജക്ട് ചെയ്യപ്പെടാം. അതൊന്ന് ശ്രദ്ധിച്ചോളണം. പരീക്ഷാർത്ഥിയുടെ മുഖവും തോൾഭാഗവും വ്യക്തമായി പതിഞ്ഞിരിക്കത്തക്ക വിധത്തിലുള്ള കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉപയോഗിക്കാം. 200 പിക്സൽ ഉയരവും 150 പിക്സൽ വീതിയുള്ള JPG ഫോർമാറ്റിലുള്ളതും 30 KB ഫയൽ സൈസിൽ
അധികരിക്കാത്തതുമായ ഇമേജുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഇതൊക്കെ ചെയ്ത് പരിചയമുള്ളവരാണെങ്കിൽ കമ്പ്യൂട്ടർ വഴി ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ തന്നെ ചെയ്യണം. 30 KB കവിയാൻ പാടില്ല ഫയൽ സൈസ്. 200 മെഗാപിക്സൽ ഉയരം, 150 പിക്സൽ വീതിയാണ് പറഞ്ഞിരിക്കുന്നത്. വെളുത്തതോ ഇളം നിറത്തിലോ ഉള്ള പശ്ചാത്തലത്തിലെടുത്ത ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയിലുള്ള വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ പശ്ചാത്തലം പ്ലെയിൻ ആയിരിക്കണം. മുഖം നേരെയും പൂർണ്ണമായും ഫോട്ടോയുടെ മധ്യഭാഗത്ത് പതിയിരിക്കണം. കണ്ണുകൾ വ്യക്തമായി കാണുന്ന വിധത്തിലായിരിക്കണം. ഇതൊക്കെ ഈ ഫോട്ടോയുടെ കുഴപ്പം കൊണ്ട് തന്നെ പലതും റിജക്ട് ചെയ്യപ്പെടാറുണ്ട്. തൊപ്പി, മതാചാരത്തിന്റെ ഭാഗമായുള്ള തൊപ്പി, ശിരോവസ്ത്രം എന്നിവയെ ഒഴികെ അതാകാം. ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ് പോലുള്ള കണ്ണടകൾ എന്നിവ ധരിച്ചെടുത്തതോ മുഖത്തിന്റെ ഒരു വശം മാത്രം കാണത്തക്ക വിധത്തിലുള്ള മുഖം വ്യക്തമല്ലാത്തതായ ഫോട്ടോകൾ ഉപയോഗിക്കാൻ പാടില്ല. മൊബൈൽ ഫോൺ, വെബ്ക്യാം എന്നിവ ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന ഫോട്ടോയും പോളറോയിഡ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാൻഡർ ഉപയോഗിക്കുന്നതല്ല. ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഫോട്ടോ എടുക്കണം. ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ പഴയ മാതൃകകളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തവർ ഇനി പരീക്ഷ എഴുതുന്നതിന് അപേക്ഷിക്കുമ്പോൾ പുതിയ മാതൃകകളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. വകുപ്പ് തല പരീക്ഷയ്ക്ക് ഓൺലൈൻ അപേക്ഷകൾ ആദ്യമായി ക്ഷണിച്ച 2015 ജനുവരിക്ക് മുമ്പായി ഒരു പാർട്ടിന്റെ പേപ്പറുകൾ ഭാഗികമായി ജയിച്ചിട്ടുള്ളവർ ശേഷിക്കുന്ന പേപ്പറുകൾക്ക് സർട്ടിഫിക്കറ്റിനും ഫീസ് ഒടുക്കി ഓൺലൈൻ മുഖേന അപേക്ഷിക്കണം. ഇപ്പൊ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയത് 2011 തൊട്ടാണ്. അതിന് മുമ്പ് ചിലപ്പോൾ പാസ്സായവരുണ്ടാവും. അപ്പൊ അവർക്ക് ബാക്കിക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും, സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2011 ജനുവരിയിലെ വകുപ്പ് തല പരീക്ഷ മുതൽ അപേക്ഷിക്കുകയും വിവിധ കാരണങ്ങളാൽ അപേക്ഷ നിരസിക്കപ്പെടുകയോ പേപ്പർ ഡിസലോ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കുകയും ഒരു തവണ പോലും പരീക്ഷ എഴുതാതിരിക്കുകയും ചെല്ലാൻ വെരിഫൈ ആയിരിക്കും ചെയ്തിട്ടുള്ളവരും ഇ പേയ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് പുതിയ നിരക്കിൽ സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കണം. അത് നമുക്ക് ഫീസിന്റെ കാര്യം വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിൽ അവരുടെ ഫോട്ടോയിലൂടെ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാവും. അത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് ഒരു 10 ദിവസം മുമ്പൊക്കെ ആയിരിക്കും അഡ്മിഷൻ ടിക്കറ്റ് കിട്ടുന്നത്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വകുപ്പ് തല പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി വരെയും തങ്ങൾ സമർപ്പിച്ച അപേക്ഷയിലെ വിവരങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാം. പേപ്പറുകൾ, ടെസ്റ്റ് മേഖല മുതലായവ മാറ്റി നൽകുന്നതിന് പരീക്ഷാർത്ഥികൾക്ക് അനുവാദം ഉണ്ടായിരിക്കുന്നതാണ്. അവസാന തീയതിയിൽ നിലവിലുള്ള ഫോട്ടോയും മറ്റ് വിവരങ്ങളും അടങ്ങിയ അപേക്ഷകളും പരിഗണിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്നതിന് വിജ്ഞാപനം വിശദമായി വായിക്കണം. വിജ്ഞാപനം കമ്മീഷന്റെ സൈറ്റിൽ ലഭ്യമാണ്. പരീക്ഷയ്ക്കുള്ള സമയവര പട്ടിക അതേസമയം ഗസറ്റ് പ്രസിദ്ധപ്പെടുത്തും. ഗസറ്റൊക്കെ ടൈം ടേബിൾ, സമയവര പട്ടികയൊക്കെ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. നമ്മുടെ പ്രൊഫൈലിലും അതിന്റെ മെസ്സേജ് ഒക്കെ വരും, നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം. അതുപോലെ ഇപ്പൊ അതായത് 2003 മുതൽ സംസ്ഥാന സർവീസിലുള്ളവർക്ക് മാത്രമാണ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നത്. അതിനു മുമ്പ് പുറത്തുള്ളവർക്കും അപ്ലൈ ചെയ്യാമായിരുന്നു. അപേക്ഷാ ഫീസ് 2019 മെയ് മുതൽ വകുപ്പ് തല പരീക്ഷയ്ക്ക് ഫീസ് നിരക്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ എത്രയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത ഓൺലൈൻ ബാങ്കിങ് സംവിധാനം ഉപയോഗിച്ചുള്ള ഇ പേയ്മെന്റ് മുഖേനയാണ് പരീക്ഷാ ഫീസും സർട്ടിഫിക്കറ്റ് ഫീസും കൊടുക്കേണ്ടത്. ചലാൻ ഉപയോഗിച്ച് ട്രഷറിയിൽ നേരിട്ടോ ഈ ചലൻ മുഖേനയോ പണമെടുക്കുന്നത് സ്വീകാര്യമല്ല. ഓൺലൈൻ തന്നെ വേണം. ഇപ്പൊ ഗൂഗിൾ പേ വരെയൊക്കെ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ഇ പേയ്മെന്റ് മുഖേന പണമെടുക്കുന്നതിന് പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിൽ മേക്ക് പേയ്മെന്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. മേപ്പടി ഓപ്ഷൻ വഴി പരീക്ഷാർത്ഥികൾക്ക് ട്രഷറി വകുപ്പിന്റെ സൈറ്റിലേക്ക് പ്രവേശിച്ച് ഓൺലൈനായി പണം കൊടുക്കാവുന്നതാണ്. ഇതിനായി പരീക്ഷാർത്ഥികൾക്ക് ബന്ധപ്പെട്ടവർക്ക് ബാങ്കിന്റെ ഓൺലൈൻ ബാങ്കിങ് അക്കൗണ്ട്, ഇപ്പോൾ ഓൺലൈനിലും ഗൂഗിൾ പേ വഴി ഇപ്പം ചെയ്യാം. ട്രഷറി സൈറ്റിൽ നിന്ന് പണം എടുക്കുന്നതിനായി ബാങ്കിലേക്ക് പ്രവേശിക്കുമ്പോൾ GR നമ്പർ, ഗവൺമെന്റ് റെഫറൻസ് നമ്പർ കുറിച്ചെടുത്ത് സൂക്ഷിക്കണം. അങ്ങനെ നമ്പർ ഉണ്ട് കേട്ടോ. അഥവാ എന്തെങ്കിലും ആപ്ലിക്കേഷൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ GR നമ്പർ പരിശോധിക്കാം. ഇ പേയ്മെന്റ് ഇടപാട് പൂർത്തിയാക്കുന്നതിന് നെറ്റ്വർക്ക് തകരാർ ഉൾപ്പെടെ സാങ്കേതിക തടസ്സങ്ങൾ കാരണം അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റ് ആവുകയും ഇടപാട് പൂർത്തിയാക്കാതെയും വന്നാൽ നേരത്തെ കുറിച്ചെടുത്ത GR നമ്പർ ഉപയോഗിച്ച് ബാങ്ക് അല്ലെങ്കിൽ ട്രഷറിയെ സമീപിക്കാം. ഓരോ പേപ്പറിനും 160 രൂപ നിരക്കിലാണ് പരീക്ഷാ ഫീസ്. ഇതിപ്പോഴും നമ്മൾക്ക് പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ വിശദമായി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒരു പേപ്പറിന് 160 രൂപയാണ്, ഇപ്പം എഴുതിയെടുക്കണ്ട. സർട്ടിഫിക്കറ്റ് ഫീസ് 210 രൂപയാണ്. ഒരു പ്രാവശ്യം സർട്ടിഫിക്കറ്റ് ഫീസ് അടച്ചാൽ പിന്നെ അടയ്ക്കണ്ട. നമ്മൾ മുൻകൂറായി സർട്ടിഫിക്കറ്റ് ഫീസ് അടയ്ക്കണം. ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തു, അപ്പോൾ നമ്മൾ ഹോൾ ടിക്കറ്റ് എടുത്തു. രണ്ടാമത്തെ തവണ അപ്ലൈ ചെയ്യുമ്പോൾ പരീക്ഷാ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. ഇനി പരീക്ഷാ ഫീസ് അടച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഫീസ് നേരത്തെ അടച്ചിട്ടില്ലെങ്കിൽ അവിടെ ഡിഫോൾട്ടായി കാണിക്കും കേട്ടോ. പരീക്ഷാ ഫീസ്, സർട്ടിഫിക്കറ്റ് ഫീസ് ഇനങ്ങളിൽ കൊടുക്കേണ്ട തുക ഡിഫോൾട്ടായി കാണാവുന്നതാണ്. നമ്മൾ ഏതൊക്കെ പേപ്പർ സെലക്ട് ചെയ്തോ അതനുസരിച്ചിട്ട് പരീക്ഷാ ഫീസ് അവിടെ കാണിക്കും. ഒരു പേപ്പറിന് 160 വെച്ചിട്ട്. ഇത് വളരെ വിശദമായിട്ട് മനസ്സിലാക്കണം. അത് ലാസ്റ്റ് പോർഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓരോ പേപ്പർ എടുത്ത് ഡിസ്കസ് ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കുകയും, അതെ, 2015 ജനുവരി മുതൽ വകുപ്പ് തല പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയും സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കുകയും ചെയ്തവർ അതേ പ്രൊഫൈലിലൂടെ അപേക്ഷിച്ചാൽ മാത്രമേ ഒടുക്കിയ സർട്ടിഫിക്കറ്റ് ഫീസ് സാധുവായി പരിഗണിക്കുകയുള്ളൂ. രണ്ടാമതൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് കൊടുക്കപ്പെട്ട പണം മറ്റൊരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയുന്നതല്ല. അതായത് സർട്ടിഫിക്കറ്റ് ഫീസിനായി ഒടുക്കിയ പണം പരീക്ഷാ ഫീസായോ തിരിച്ചോ വകയിരുത്തുവാൻ സാധിക്കില്ല. അടച്ച ഫീസ് തിരികെ കിട്ടത്തുമില്ല.
അതുപോലെ ഒബ്ലിഗേറ്ററി പരീക്ഷകൾ ആർക്കൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒബ്ലിഗേറ്ററി പരീക്ഷകൾക്കാണ് ഫീസ് നമുക്ക് സൗജന്യം കിട്ടുന്നത്, അല്ലാത്തതിന് സൗജന്യം കിട്ടത്തില്ല. അപ്പൊ അത് നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഒരു പരീക്ഷയ്ക്ക് നമ്മളിപ്പോഴേ ലോവർ ഫ്രീ ചാൻസ് ഉണ്ട്. ഇപ്പൊ ക്ലാർക്കന്മാർക്ക്, പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ്, ഹൈസ്കൂൾ ടീച്ചേഴ്സിനൊക്കെ ഫസ്റ്റ് ചാൻസ് അക്കൗണ്ടൻസി ലോവർ ഫ്രീ ആണ്. സപ്പോസ് ലോവറിന്റെ KSR മാത്രമേ അപ്ലൈ ചെയ്തോളൂ, ആ ഫ്രീ ചാൻസ് നഷ്ടപ്പെടും കേട്ടോ. അതായത് നമ്മൾ ഒരിക്കൽ അപേക്ഷിച്ചു, പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും ആ ഫ്രീ ചാൻസ് നഷ്ടപ്പെടും. ഒരു പരീക്ഷയ്ക്ക് ഫ്രീ ചാൻസിൽ അപേക്ഷിക്കുകയും എന്നാൽ ഏതെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്താൽ അതും ഫീ സൗജന്യം അനുവദിക്കപ്പെട്ടുള്ള തവണയായി കണക്കാക്കപ്പെടും. ഓരോ ടെസ്റ്റിനും മുഴുവനായിട്ടാണ് ഫീ സൗജന്യം അനുവദിച്ചിട്ടുള്ളത്, അല്ലാതെയുള്ള പല പേപ്പറുകളിലെ ഓരോ ടെസ്റ്റിന്റെയും ഓരോ പേപ്പറുകളായിട്ടല്ല. ഉദാഹരണമായി അക്കൗണ്ടൻസിന് അപേക്ഷിക്കുന്ന ഒരാൾക്ക് 4 പേപ്പറിനും കൂടി പരീക്ഷ എഴുതാനും ഇല്ലെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ ഫീ സൗജന്യം കിട്ടുകയുള്ളൂ. ഇപ്പൊ ലോവറിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആ ഫസ്റ്റ് ചാൻസ് KSR മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂവെങ്കിലും ആ ഫസ്റ്റ് ഫ്രീ ചാൻസ് നഷ്ടപ്പെടും. ആ പരീക്ഷയിലെ എല്ലാ പേപ്പറുകളും ജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത തവണ മുതൽ തോറ്റ പേപ്പറുകൾക്കും അപേക്ഷിക്കാതിരുന്ന പേപ്പറുകൾക്കും ഫീസ് ഒടുക്കി അപേക്ഷിക്കണം. അപ്പൊ ആർക്കൊക്കെയാണ് ഈ ഫസ്റ്റ് ചാൻസ് ഫ്രീ കിട്ടുന്നത്, ആർക്കൊക്കെയാണ് കിട്ടാത്തത്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മേൽപ്പറഞ്ഞ ആനുകൂല്യങ്ങൾ GOMS അനുസരിച്ച് ഗവൺമെന്റ് സർവീസിലെ ടൈപ്പിസ്റ്റുകൾക്കും സ്റ്റെനോഗ്രാഫർമാർക്കൊക്കെ ഫീ സൗജന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹൈസ്കൂളിലെയും ട്രെയിനിങ് സ്കൂളിലെയും ഒബ്ലിഗേറ്ററി പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ ഫ്രീ ചാൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന്, കോളേജ് പ്രൊഫസേഴ്സിന് ഫ്രീ ചാൻസ് ഇല്ല കേട്ടോ. അത് ഓർത്തിരിക്കണം, അവർ ഫ്രീ ചാൻസ് എടുക്കരുത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതായത് ഞാനത് വിശദീകരിക്കാം. ഫ്രീ ചാൻസ്, അതായത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് വിധം, അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രീ ചാൻസ് ആണെങ്കിൽ ഫ്രീ ചാൻസ് അവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ട്രഷറി, ലോക്കൽ ഫണ്ട്, ഓഡിറ്റ് എന്നീ വകുപ്പിലെ ജീവനക്കാർ ഒഴികെയുള്ളവർക്ക് അക്കൗണ്ടൻസി ഹയർ ഫീ സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ആരോഗ്യവകുപ്പിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിലെ സ്റ്റാഫ് നേഴ്സ്, ഹെഡ് നേഴ്സ് എന്നീ തസ്തികകളിൽ ജോലി നോക്കുന്നവർക്ക് വകുപ്പ് തല പരീക്ഷ നിർബന്ധമല്ലാത്തതിനാൽ ഫീ സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ലെന്ന് പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് പ്രിൻസിപ്പലായി കഴിഞ്ഞതിന് ശേഷമാണ് ടെസ്റ്റ് വേണ്ടുന്നത്. ടെസ്റ്റ് ഇല്ലാതെ പ്രിൻസിപ്പലാവും, പക്ഷെ ഫ്രീ ചാൻസ് ഇല്ല കേട്ടോ. ഫ്രീ ചാൻസ് കൊടുക്കുന്നില്ല. വകുപ്പ് തല പരീക്ഷകൾക്ക് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫ്രീ ചാൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യെസ് എന്ന് രേഖപ്പെടുത്തുന്നു എന്നതുകൊണ്ട് മാത്രം പരീക്ഷാർത്ഥിക്ക് ഫ്രീ ചാൻസ് ലഭിക്കുന്ന അർഹത ഉണ്ടോ എന്ന് ധരിക്കേണ്ടതില്ല. അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഫ്രീ ചാൻസിൽ പരീക്ഷ എഴുതുന്നതിന് അർഹതയില്ലാത്ത പരീക്ഷാർത്ഥികളുടെ അപേക്ഷ നിരസിക്കും. അതിനാൽ ഫ്രീ ചാൻസ് ലഭിക്കുന്നതിന് മുമ്പ് തങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കണം. ഫീ സൗജന്യത്തിന് അർഹരായിട്ടുള്ള പ്രസ്തുത വിവരം അപേക്ഷയിൽ രേഖപ്പെടുത്തുന്നത് കൂടാതെ അഡ്മിഷൻ ടിക്കറ്റ്, അത് അഡ്മിഷൻ ടിക്കറ്റ് വരുമ്പോൾ മതിയാവും. ഇതൊന്നും വേണ്ട, നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. എക്സൈസ് വേണ്ട. ഇതൊന്നും വേണ്ട, ഇതൊക്കെ ജനറലാണ്, പരീക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല. പിന്നെ പരീക്ഷ ഹാളിൽ എന്തൊക്കെ അനുവദിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അവസാന തീയതിക്കകം നമുക്ക് ചേഞ്ചസ് വരുത്താം, അതൊന്നും വേണ്ട. പിന്നെ ഏതൊക്കെ കാരണത്താൽ അപേക്ഷ നിരസിക്കാം, അഡ്മിഷൻ ടിക്കറ്റിലെ സാക്ഷ്യപ്പെടുത്തുക, അതൊക്കെ അഡ്മിഷൻ ടിക്കറ്റ് വരുമ്പോഴാണ്. മതിയായ അപേക്ഷാ ഫീസ് ഇല്ലെങ്കിൽ നിരസിക്കാം, കംപ്ലീറ്റ് പറയുന്നത് പോലുള്ള ഇല്ലെങ്കിൽ. അപ്പൊ ഇത്രയുമാണ് നോട്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് പരീക്ഷയ്ക്ക് ഇതിനു മുമ്പായിട്ട് ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ട്, ഒരു സെക്കൻഡ്, നോട്ടിഫിക്കേഷനിലേക്ക് വീണ്ടും വരാം. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടുന്ന വിധത്തിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് പരീക്ഷയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളതിൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ ഇപ്പോഴത്തെ. യെസ്, നമ്മൾ ആദ്യം ഗൂഗിൾ എടുക്കുന്നു. ഗൂഗിൾ എടുത്തിട്ട് PSC ഉണ്ടോ, ഹോം ടു എന്ന് പറഞ്ഞ PSC ഉണ്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കേരള PSC ക്ലിക്ക് ചെയ്യണം. ഇങ്ങനൊരു ഇന്റർഫേസാണ് കാണുന്നത് ആദ്യം, അല്ലേ? ഇതാണല്ലോ PSC സൈറ്റിൽ കയറിയാൽ കാണുന്നത്. അവിടെ എന്തൊക്കെയാണ് റൈറ്റ് സൈഡിൽ എഴുതിയിട്ടേക്കുന്നത് കാണുന്നുണ്ടോ? ഇത് യെസ്, 1 day രജിസ്ട്രേഷൻ ലോഗിൻ, അത് PSC തുളസിയിലാണ്. രണ്ടാമത്തെ ഒരു ബട്ടൺ കണ്ടില്ലേ, ഈ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ലോഗിൻ എന്ന് കണ്ടോ? അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ, അതായത് വലതുവശത്ത് കാണുന്ന കുറച്ച് ബോക്സ് ഇല്ലേ,
അതിൽ ആദ്യം 1 day രജിസ്ട്രേഷൻ ലോഗിൻ, അത് ജോലിക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷനാണ്. PSC തുളസിയിലേക്ക് പോകും. രണ്ടാമതൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ലോഗിൻ. അതിൽ ക്ലിക്ക് ചെയ്യാൻ ഞാനിപ്പോഴും അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇപ്രകാരം ഒരു ഇന്റർഫേസ് കാണുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് രജിസ്ട്രേഷൻ, റൈറ്റ് സൈഡിൽ ഡിപ്പാർട്ട്മെന്റ് റിസൾട്ട് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് എക്സാം നോട്ടിഫിക്കേഷൻ, സിലബസ്, പ്രൊഫഷണൽ ആൻസർ കീ, ഡിപ്പാർട്ട്മെന്റ് ആൻസർ കീ എല്ലാം ഇവിടെ ഓരോന്നും ഉണ്ട്. വായിച്ചു നോക്കിയാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടും. യെസ്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഷൻ കണ്ടില്ലേ? അപ്പോൾ രജിസ്റ്റേർഡ് യൂസർ ആണെങ്കിൽ യൂസർ ID, പാസ്വേഡ്, പിന്നെ ആക്സസ് കോഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ തൊട്ട് താഴെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കിടക്കുന്നില്ലേ, അവിടെ സൈൻ അപ്പ് എന്ന് കിടപ്പുണ്ട്. ഇവിടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ആദ്യം നമ്മൾ ഫോട്ടോഗ്രാഫാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും ഒരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ കാണിക്കുന്നില്ല, ഇതിൻ്റെ ഒരു വീഡിയോ അയച്ചു തരാം. ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അത് കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ? PSC സൈറ്റിൽ പ്രവേശിക്കുക, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് വരിക. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ, ന്യൂ രജിസ്ട്രേഷൻ കാണിക്കും. അപ്പം ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള എങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ് ഒന്ന് നമ്മളിപ്പം ഷെയർ ചെയ്ത ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ 1 day രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അതിനുശേഷമായിരിക്കണം ആ ഡോക്യുമെൻ്റ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ്. നമ്മൾ ഈ ക്ലാസ്സിന് ശേഷം, ഈ ഡിസ്കഷന് ശേഷം, ഇത് ക്ലാസ് അല്ല, ഡിസ്കഷന് ശേഷം സംശയങ്ങൾ ക്ലിയർ ചെയ്യും കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 1 day രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ പ്രൊഫൈലിൽ തന്നെ നമ്മളുടെ പ്രൊഫൈലിൽ വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ, നമ്മൾ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ആദ്യം സോൺ തിരഞ്ഞെടുക്കാൻ പറയും. സോൺ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ജില്ലകൾ ചൂസ് ചെയ്യണം. ജില്ലകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ നെയിം ഓഫ് ടെസ്റ്റ് ആണ്. ഇത് സംബന്ധിച്ചൊരു PDF ഞാൻ അയച്ചു തരാം, പരീക്ഷയ്ക്ക് അപ്ലൈ ഉണ്ടെന്ന വിധം. അതൊന്ന് വായിച്ചേക്കണം. ആദ്യം 1 day രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക, പിന്നെ ലോഗിൻ ചെയ്യുക, നോട്ടിഫിക്കേഷൻ എടുക്കുക, അപ്ലൈ ഫോർ ടെസ്റ്റ്, അപ്ലൈ നൗ എന്ന ഓപ്ഷൻ കിടപ്പുണ്ട് അവിടെ. അപ്ലൈ പ്രൊസീഡ് ചെയ്യുക. ആദ്യം സോണാണ് ചോദിക്കുന്നത്, പിന്നെ ജില്ലകൾ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് ടെസ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നെയിം ഓഫ് ടെസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇതുപോലെ കാണും. ഇതുപോലെ അക്കൗണ്ട് ടെസ്റ്റ്, സെക്രട്ടേറിയറ്റ് മാനുവൽ, ഓരോ പേപ്പറും അവിടെ ഇങ്ങനെ കാണും. മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് സെലക്ഷൻ വരും. ഫ്രീ ചാൻസ് ആണെങ്കിൽ ഫ്രീ ചാൻസ് അവൈലിംഗ് നൗ, ലേറ്റർ എന്നും പറഞ്ഞാൽ കൊടുക്കുന്നത് അവിടെ കിടക്കുന്നത്. നൗ അവൈലിംഗ് നൗ എന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ MOP മാത്രമാണെങ്കിൽ അത് മതിയാവും. ഇനി അതല്ല അക്കൗണ്ട് ടെസ്റ്റ് വീണ്ടും പേപ്പർ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ MOP എഴുതുന്നവർ വേണ്ടേ, മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്നൊരു കിടപ്പുണ്ട്, അത് ചൂസ് ചെയ്യണം. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ചാൻസ് ഉണ്ടെങ്കിൽ ഫ്രീ ചാൻസ് ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഏത് സ്കൂളിലെ ക്ലാർക്കന്മാരൊക്കെ യഥാർത്ഥത്തിൽ ഫ്രീ ചാൻസ് അവൈൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ചിലപ്പോൾ അത് റിസ്ക് ആണ്. അപ്പോൾ MOP എടുക്കുന്നവർക്ക് MOP സെലക്ട് ചെയ്യുക, ഫ്രീ ചാൻസ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെ നോട്ട് അവൈലിംഗ് എന്നും പറഞ്ഞ് മാറ്റാം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ അതിൻ്റെ പൊസിഷൻ കാണിക്കും. ഫീസ് പേയ്മെൻ്റ് ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ എത്ര രൂപയാണെന്ന് ഫീസ് അവിടെ കാണിക്കും. ഇപ്പം ഫ്രീ ചാൻസ് MOPക്ക് ഫ്രീ ചാൻസ് ഇല്ലാത്ത ഒരാൾ ഡിഫോൾട്ടായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപയും 160 രൂപ പരീക്ഷ ഫീസും കാണിക്കും. ഒരു പേപ്പറിന് 160 രൂപയാണ് ഫീസ്. MOP എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറേ ഉള്ളൂ. MOPക്ക് ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് MOPക്ക് 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിരിക്കണം. മുൻപെങ്ങാനും സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പരീക്ഷാ ഫീസ് മാത്രം അടച്ചാൽ മതിയാവും. അവിടെ പരീക്ഷാ ഫീസേ കാണിക്കൂ, ഡിഫോൾട്ടായിട്ട് അത് കാണിക്കും കേട്ടോ. അതങ്ങ് പ്രൊസീഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അക്കൗണ്ട് ടെസ്റ്റ് ലോവർ കൂടി അപ്ലൈ ചെയ്യണം. വീണ്ടും നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ല ടൈപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറഞ്ഞ് എടുക്കാം. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്. ഓൾ പേപ്പേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ പേപ്പറും സെലക്ട് ചെയ്യാം. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ 4 പേപ്പേഴ്സ്. ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ തന്നെയാണല്ലോ. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ ഇപ്പോൾ ഒരു പേപ്പറെ അപ്ലൈ ചെയ്യുന്നുള്ളൂ, അത് അപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ 160 രൂപ അടച്ചാൽ മതി. ഇപ്പൊ ക്ലാർക്കന്മാർ, ഹൈസ്കൂൾ ടീച്ചേഴ്സ്, പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സോ കോളേജ് പ്രൊഫസേഴ്സൊക്കെ അക്കൗണ്ടൻസി ലോവർ അപ്ലൈ ചെയ്യുമ്പോൾ അക്കൗണ്ടൻസി ലോവറിന്റെ 4 പേപ്പർ സെലക്ട് ചെയ്യാം. ഫ്രീ ചാൻസ് ആണെങ്കിൽ അവിടെ ഫ്രീ ചാൻസ് ടിക്ക് ചെയ്യണം. ഫ്രീ ചാൻസ് അവൈലുന്നില്ലെങ്കിൽ അത് ടിക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു പേപ്പർ, 2 പേപ്പർ മതിയെങ്കിൽ 2 ചൂസ് ചെയ്താൽ മതിയാവും. അക്കൗണ്ടൻസി ലോവറിന് എത്ര പേപ്പർ ഉണ്ട്? 4 പേപ്പേഴ്സ് ആണുള്ളത്. ഒന്നാമത്തെ പേപ്പർ കേരള സർവീസ് റൂൾസ് ആണ്. രണ്ടാമത്തെ പേപ്പർ കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 and 2 കേരള ബഡ്ജറ്റ് മാനുവൽ ആണ്. മൂന്നാമത്തെ പേപ്പർ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെന്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ആണ്. നമ്മൾ ഈ സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഡെമോ ക്ലാസ്സിൽ. നാലാമത്തെ പേപ്പർ കേരള ട്രഷറി കോഡ് വോളിയം 1 and 2 ആൻഡ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ആണ്. ഫീസ് കൺസെഷൻ ഇല്ലാത്തവർ, ഇപ്പം സർക്കാർ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ക്ലാർക്കന്മാർക്കും ഫ്രീ കിട്ടും. സ്കൂൾ ടീച്ചേഴ്സ്, പ്രൈമറി ഹൈസ്കൂൾ ടീച്ചേഴ്സിന് ഫ്രീ ചാൻസ് കിട്ടും. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിനും കോളേജ് പ്രൊഫസേഴ്സിനും ഫ്രീ ചാൻസ് ഇല്ല. ഈ ഫ്രീ ചാൻസ് എന്ന് പറഞ്ഞാൽ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട ആദ്യത്തെ ചാൻസ്. നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പേപ്പറിന് എപ്പോഴെങ്കിലും ഫ്രീ ചാൻസ് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രീ ചാൻസ് കിട്ടില്ല. അപ്പോൾ സപ്പോസ് ഇപ്പൊ ഫ്രീ ചാൻസ് എടുക്കാത്ത ഒരാൾ എത്ര ഫീസ് അടയ്ക്കേണ്ടി വരും? ഒരു പേപ്പറിന് 160 രൂപയാണ്. അപ്പൊ 160 ഇൻറ്റു 4, 4 0 0 6 4 24, 640 രൂപ പരീക്ഷാ ഫീസ് വരും അക്കൗണ്ടൻസി ലോവറിന് അപ്ലൈ ചെയ്യുമ്പോൾ. ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ 210 രൂപ എക്സാമിനേഷൻ ഫീസ് എന്നും, സോറി പരീക്ഷാ ഫീസ് എന്നും 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് എന്നും കാണിക്കും. നോക്കിക്കോണം എത്ര രൂപ കാണിക്കുന്നെന്ന്. സപ്പോസ് ഇവിടെ 160 കുറച്ചാണ് കാണിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ എല്ലാ പേപ്പറും അപ്ലൈ ചെയ്തില്ലെന്നാണ്. അതായത് അക്കൗണ്ടൻസി ലോവർ 4 പേപ്പറിനും അപ്ലൈ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ലോവറിന്റെ 4 പേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 160 ഇൻറ്റു 4 640 രൂപ അവിടെ ഡിഫോൾട്ടായി കാണിക്കും. ഇനി ഫ്രീ ചാൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് മാത്രം കാണിക്കും. അത് പ്രൊസീഡ് ചെയ്ത് പേ ചെയ്താൽ മതി. ഇനി ഇതിനൂടെ MOP കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലോ അപ്പോഴ് സർട്ടിഫിക്കറ്റ് ഫീ 210 കാണിക്കും. അങ്ങനെ തന്നെ കാണിക്കും. പരീക്ഷാ ഫീസ് ഒരു 160, ഒരു 640 അങ്ങനെ കാണിക്കും. എന്നിട്ട് ടോട്ടൽ കാണിക്കും 420, 4 0 4 6 4 10 0 800 രൂപ. അതായത് ഇത് MOPയുടെ 210 160, അക്കൗണ്ടൻസി ലോവറിന്റെ 210 640. ഇനി രണ്ടും ഫ്രീ ചാൻസ് ആണ് ഒരു ക്ലാർക്ക് അവൈൽ ചെയ്യുന്നതെങ്കിൽ, ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ ഈ 160ഉം 640ഉം കാണിക്കത്തില്ല. മറിച്ച് 210 420 കാണിക്കൂ. ഇനി നേരത്തെ എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കില്ല, പരീക്ഷാ ഫീസ് മാത്രമേ കാണിക്കൂ. അപ്പൊ ഇതാണ് ഈ 4 പേപ്പർ തന്നെ ചൂസ് ചെയ്യണം, വായിച്ചു നോക്കണം. അക്കൗണ്ടൻസി ലോവർ, കാര്യം വേറെ അക്കൗണ്ടൻസി ലോവർ ഉണ്ട്, വേറെ PSCയുടെ അതായത് KSEBയുടെ അക്കൗണ്ടൻസി ലോവർ വേറെ കിടപ്പുണ്ട്. നമ്മൾ ഈ അക്കൗണ്ടൻസി ലോവർ 4 പേപ്പർ തന്നെ ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. കാര്യം താഴെ ഒരു അക്കൗണ്ടൻസി ഉണ്ട്, അതിന്റെ താഴെ ഇങ്ങനെ തന്നെ കാണും, നെയിം ഓഫ് ടെസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് അക്കൗണ്ടൻസി ലോവർ ഫോർ ദ മിനിസ്റ്റീരിയൽ ആൻഡ് എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ഓഫ് KSEB ആണ്. അത് 3 പേപ്പേഴ്സ് ആണ് അവർക്ക്. KSEB വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അടുത്ത അക്കൗണ്ടൻസി ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എഴുതുന്ന ഓഫീസേഴ്സ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സോ അല്ലെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായാൽ അക്കൗണ്ടൻസി ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അല്ലേ, അത് ചൂസ് ചെയ്യാം. നമ്മൾ മേലോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ കാണാം എത്ര പേപ്പർ ഉണ്ട്. 1 കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 and 2, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1, കേരള ബഡ്ജറ്റ് മാനുവൽ. പേപ്പർ 2 കേരള സർവീസ് റൂൾസ്. അപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സപ്പോസ് അക്കൗണ്ടൻസി ലോവറിനും അപ്ലൈ ചെയ്യാം, എക്സിക്യൂട്ടീവിനും അപ്ലൈ ചെയ്യാം, ഏതെങ്കിലും ജയിച്ചാൽ മതിയല്ലോ. അപ്പൊ ലോവറിന് 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ, 640 രൂപ എക്സാം ഫീ. എക്സിക്യൂട്ടീവിന് 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ, 320 രൂപ എക്സാം ഫീ. ഇത്ര അടയ്ക്കേണ്ടി വരും ലോവർ എക്സിക്യൂട്ടീവ് അപ്ലൈ ചെയ്യുന്നവർക്ക്. ഇവിടെ 420 കാണിക്കും, ഇവിടെ 6 3 960 രൂപ കാണിക്കും. ലോവർ ഹയർ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആണെങ്കിൽ ഫ്രീ ഇല്ല. അപ്പൊ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ശ്രദ്ധിച്ചോണം. എക്സിക്യൂട്ടീവ് ഓഫീസർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റാണ്, 210 രൂപ സർട്ടിഫിക്കറ്റോടെ ഡിഫോൾട്ടായി കാണിക്കും. ഇനി എക്സിക്യൂട്ടീവ് ടെസ്റ്റിന് നേരത്തെ അപ്ലൈ ചെയ്തിരിക്കട്ടെ.
അപ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ 2 പേപ്പറും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 320 രൂപ അടച്ചാൽ മതിയാവും. 320 കാണിക്കൂ. കാര്യം നേരത്തെ 210 അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ഫീ ഒരിക്കൽ മാത്രം അടച്ചാൽ മതിയാവും. മുൻകൂറായി അടയ്ക്കണം. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ 210 നമ്മുടെ നിന്ന് വാങ്ങും. പിന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ടെസ്റ്റിന്റെ KSR ജയിച്ചു, ഫിനാൻഷ്യൽ കോഡിന് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് മാത്രം ടിക്ക് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. 160 രൂപ അടച്ചാൽ മതിയാവും. ശ്രദ്ധിച്ചോണം, ഓരോ പേപ്പറിനും നമ്മൾ 160 രൂപ വെച്ചിട്ടാണ്. ഇനി ഇതുകൂടാതെ ഇപ്പോൾ ലോവറിന് അപ്ലൈ ചെയ്യുന്ന ഒരു ടീച്ചർക്കായാലും ക്ലാർക്കിനായാലും ഹയറിനും അപ്ലൈ ചെയ്യാം. അക്കൗണ്ടസ്റ്റ് ഹയർ എന്ന് ചൂസ് ചെയ്യുമ്പോൾ അടുത്ത അക്കൗണ്ടസ്റ്റ് ഹയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അക്കൗണ്ടസ്റ്റ് ഹയറിന് 4 പേപ്പേഴ്സാണ് ചൂസ് ചെയ്യേണ്ടുന്നത്. കാരണം അക്കൗണ്ടസ്റ്റ് ഹയർ എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് 5 പേപ്പേഴ്സിന്റെ സെലക്ഷൻ ഉണ്ട് കേട്ടോ. അക്കൗണ്ടസ്റ്റ് ഹയർ 5 പേപ്പർ താഴെ കിടപ്പുണ്ട്. അതല്ല ചൂസ് ചെയ്യുന്നത്, അത് PWDക്കാർക്കൊക്കെ വേണ്ടിയുള്ളതാണ്. അക്കൗണ്ടസ്റ്റ് ഹയർ 4 പേപ്പർ ചൂസ് ചെയ്യണം. ഇങ്ങനെ തന്നെ കാണും, അക്കൗണ്ടസ്റ്റ് ഹയർ 4 പേപ്പേഴ്സ്. അതിൽ എഴുതിയിരിക്കും പാർട്ട് 1 പേപ്പർ 1. അങ്ങനെ ഓപ്ഷൻ കാണും. പാർട്ട് 1 പേപ്പർ 1 കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 191 ബഡ്ജറ്റ് മാനുവൽ. പാർട്ട് 2 പേപ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെന്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. പാർട്ട് 2 പേപ്പർ 2 കേരള ട്രഷറി കോഡ് വോളിയം 192 ആൻഡ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. പേപ്പർ 3 കേരള സർവീസ് റൂൾസ്. അതായത് PWD ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണ് 5 പേപ്പർ അപ്ലൈ ചെയ്യുന്നത്. ബാക്കി എല്ലാവർക്കും 4 പേപ്പർ മതി. അപ്പൊ ഹയറിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഹയറിന് പരീക്ഷാ ഫീസ് ഫ്രീ ഇല്ല. അത് ട്രഷറിയിലും ലോക്കൽ ഫണ്ടിലൊക്കെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. സപ്പോസ് ഇപ്പോൾ ഒരു ഹൈസ്കൂൾ ടീച്ചർ ആദ്യം ഫ്രീ ചാൻസ് അങ്ങ് അപ്ലൈ ചെയ്തു, അല്ലെ ലോവറിന് ഇപ്പൊ ഫ്രീ ചാൻസ് എടുക്കുകയാണ്. അപ്പോൾ ലോവറിന്റെ എത്ര ഫീസ് ആവും? ലോവറിന് 210 രൂപ സർട്ടിഫിക്കറ്റ് കാണും, പരീക്ഷാ ഫീസ് ഫ്രീ ആണ്. ഇനി ഹയറിന് കൂടി അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ഹയറിന് 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് വരും, ഹയറിന് 640 രൂപ എക്സാം ഫീ വരും. മനസ്സിലായോ? ലോവറിനും ഹയറിനും അപ്ലൈ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ഫസ്റ്റ് ചാൻസ് ലോവറിന് ഫ്രീ ചാൻസ് എടുക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 210 420 രൂപ അടയ്ക്കണം. ഹയറിന്റെ 640 രൂപ, മൊത്തം 1060 രൂപ. സപ്പോസ് ഇനി KERന് കൂടി അപ്ലൈ ചെയ്യുന്നു, KERന് ഫസ്റ്റ് ചാൻസ് ഫ്രീ കിട്ടുന്നു, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാണ്, എന്നാലും സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണം. അപ്പോൾ 630 രൂപ ആവും, പരീക്ഷാ ഫീസ് ഫ്രീ ആവും, 640 രൂപ, 1270 രൂപ അടയ്ക്കാം അവിടെ കാണിക്കും, ഡിഫോൾട്ടായി കാണിക്കും. ആരുടെ കേസാണ് പറഞ്ഞേ? ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ അല്ലെ ഹൈസ്കൂൾ ടീച്ചർ ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണെങ്കിൽ, ഫ്രീ ടിക്ക് ചെയ്താൽ ലോവറിന് 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് അവിടെ ഡിഫോൾട്ടായി കാണിക്കും. ഹയർ ഒരു കാരണവശാലും ഫ്രീ ക്ലിക്ക് ചെയ്യരുത്. ഹയറിന് 640 രൂപ ഫ്രീ അനുമതി എടുക്കുന്നതല്ല എന്നാണ്. നമ്മളവിടെ ഫ്രീ കോളം ഉണ്ട്, അത് ടിക്ക് ചെയ്യാൻ പാടില്ല. അവൈലിംഗ് ഫ്രീ ചാൻസ് നമ്മളോട് ടിക്ക് ചെയ്യരുത്. അപ്പോൾ 640 രൂപ പരീക്ഷാ ഫീസ് കാണിക്കും. ഹയറിന് ഫ്രീ ചാൻസ് ഇല്ല ഇല്ല ഇല്ല. ഹയറിന് സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണം, പരീക്ഷാ ഫീസും അടച്ചിരിക്കണം. ഇനി KER അപ്ലൈ ചെയ്യുന്നെങ്കിൽ KER 210 സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണം, ഫസ്റ്റ് ചാൻസ് ഫ്രീ കിട്ടും. സപ്പോസ് കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ലോവറിന് അപ്ലൈ ചെയ്തു, ഹയറിന് അപ്ലൈ ചെയ്തു, KER അപ്ലൈ ചെയ്തു, പരീക്ഷ ഒന്നും എഴുതിയില്ല, ഇപ്പൊ ഫ്രീ ചാൻസ് പോയി. അപ്പോൾ ലോവറിന്റെ 640 രൂപ 4 ഫീസ് പേപ്പർ, ഹയറിന്റെ 640 രൂപ 4 പേപ്പർ, KER 160 രൂപ ഇത്ര അടയ്ക്കണം, പരീക്ഷാ ഫീസ് മാത്രം. ഓരോ പേപ്പറിനും 160 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ അക്കൗണ്ടൻസി ഹയറിനും ഓരോ പേപ്പറിനും 160 വെച്ച് 640 അടയ്ക്കണം. ലോവറിന് ഫ്രീ ചാൻസ് അവൈലബിൾ ഉണ്ടെങ്കിൽ 640 അടയ്ക്കണം. ഇത് ക്ലാർക്കന്മാരായാലും ആരായാലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടുണ്ടാവും. അടച്ചിട്ടില്ലെങ്കിൽ അവിടെ കാണിക്കും, ഫൈനൽ പേയ്മെന്റ് ഷീറ്റിൽ കാണിക്കും. ഇതാണ് പരീക്ഷ ഫീസിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇത് കൂടാതെ അക്കൗണ്ടൻസി ഹയർ KSEBക്കാർക്കാണ് 5 പേപ്പർ, പിന്നെ അക്കൗണ്ടൻസി ഹയർ 4 പേപ്പറും KSEBക്ക് ഉണ്ട്. ശ്രദ്ധിച്ചോണം, KSEBയുടെ അപ്ലൈ ചെയ്യരുത് ജനറൽ കാൻഡിഡേറ്റ്സ്.
Accountants to hire 5 papers for PWD, accountants to hire 4 papers working in KSEB എന്ന് കാണും. അതല്ല ചൂസ് ചെയ്യേണ്ടുന്നത്. അക്കൗണ്ടൻസ് ടു ഹയർ 4 പേപ്പേഴ്സ് എന്ന് മാത്രമുള്ളത് ചൂസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ആ ഹയർ ലോവർ എഴുതുന്ന എല്ലാവർക്കും ഹയർ എഴുതാം. ഇതുകൂടാതെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പേപ്പേഴ്സ് ഉണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ പേപ്പേഴ്സ് ആണ്. മുനിസിപ്പാലിറ്റിക്ക് പേപ്പർ ഉണ്ട്. ഏതൊക്കെ പേപ്പറാണെന്ന് വായിച്ചു നോക്കണം. നമുക്ക് ആവശ്യമില്ല. പിന്നെ KIR കോടതിക്കാർക്കൊക്കെ, അതുപോലെ തന്നെ CRPC IPC ഇവിടെ കിടപ്പുണ്ട്. പിന്നെ പോലീസ് മാനുവൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഓൺ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, പോലീസ് MOP എന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകം അത് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലീസ് MOP ആയിരിക്കണം അപ്ലൈ ചെയ്യുന്നത്. ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പേപ്പേഴ്സ് ആണ്. ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് തല പേപ്പേഴ്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതായത് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ അപ്ലൈ ചെയ്താൽ മതിയാവും. സിവിൽ ജുഡീഷ്യൽ ടെസ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. കോടതികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് 2 പേപ്പേഴ്സ് ആണ്. ഒന്ന് ഇന്ത്യൻ സിവിൽ പ്രൊസീജിയർ കോഡും കേരള സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ 2 ബുക്കുകൾ. പിന്നെ ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട്, കേരള സിവിൽ കോഡ്സ് ആക്ട്, കോഡ് ഫീ ആക്ട്, സ്റ്റാമ്പ് ആക്ട് എന്നും പറഞ്ഞ്. പിന്നെ ക്രിമിനൽ കോടതിയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ്, ഇന്ത്യൻ പീനൽ കോഡൊക്കെയാണ്. ഇതുകൂടാതെ പഞ്ചായത്ത് ജീവനക്കാർക്ക് പഞ്ചായത്ത് ടെസ്റ്റുകൾ 4 പേപ്പർ ഉണ്ട്. അത് ചൂസ് ചെയ്യണം. ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ ഫ്രീ കിട്ടും. പരീക്ഷ ഫീസ് അടയ്ക്കണ്ട. സർട്ടിഫിക്കറ്റ് ഫീ അതിന് ഓരോന്നിനും ഓരോ സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണം. അതായത് പഞ്ചായത്ത് ടെസ്റ്റ് മാത്രം. ലോവറിനൊരു സർട്ടിഫിക്കറ്റ്, ഹയറിനൊരു സർട്ടിഫിക്കറ്റ് ഫീ, KIR സർട്ടിഫിക്കറ്റ് ഫീ, MOPക്ക് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഫീ, പിന്നെ അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ പേപ്പേഴ്സിന് എല്ലാം കൂടി ഒരു സർട്ടിഫിക്കറ്റ് ഫീ ആണ്. അടുത്ത ടീച്ചേഴ്സിന് ടെസ്റ്റ് ഇൻ കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് എന്ന് കുറച്ചുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും കാണുന്നത്. എങ്ങനെ എഴുതിയേക്കുന്നത്? KIR എന്നല്ല, ടെസ്റ്റ് ഇൻ കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് എന്ന് എഴുതിയേക്കുന്നത്. കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് ആണ്. ഇത് അപ്ലൈ ചെയ്യുന്ന ടീച്ചേഴ്സ് 210 രൂപ കമ്പൾസറി ആയിട്ട് ആദ്യം ഫസ്റ്റ് ചാൻസ് തന്നെ സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണം. ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ ഫ്രീ ചാൻസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷാ ഫീസ് വേണ്ട. ഇനി ഓൾറെഡി പരീക്ഷ ഒരിക്കൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞു എങ്കിൽ സർട്ടിഫിക്കറ്റ് ഫീ 160, പരീക്ഷാ ഫീസ് 160 അടയ്ക്കണം. എന്നാൽ അവിടെ പിന്നെ സർട്ടിഫിക്കറ്റ് ഫീസ് അടയ്ക്കേണ്ടി വരില്ല. മനസ്സിലായല്ലോ? ഞാൻ ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാര്യം കൂടുതൽ ടീച്ചേഴ്സിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണെങ്കിൽ ലോവറിന്റെ 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ, ഹയറിന്റെ 210 സർട്ടിഫിക്കറ്റ് ഫീ, 640 ഫീസ്, KIR 210 സർട്ടിഫിക്കറ്റ് ഫീ, ഫീസ് ഇല്ല. ഇത് ഫസ്റ്റ് ചാൻസ് ഫ്രീക്കാരാണ്. 630 രൂപ സർട്ടിഫിക്കറ്റ് ഫീ അങ്ങനെ തന്നെ കാണിക്കും. 640 രൂപ പരീക്ഷ ഫീസ്. പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ്, ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാൻസ് ലോവറിന് ഫ്രീ ചാൻസ് കിട്ടും. പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട. KIR ഫ്രീ ചാൻസ് കിട്ടും. പക്ഷേ അതിന് 2 സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണം. അതുകൂടാതെ ഹയറിന് ഒരു കാരണവശാലും ഫ്രീ ചാൻസ് ഇല്ല, ടിക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ 640 രൂപയുടെ പരീക്ഷ ഫീസ് കാണിക്കും. അപ്പോൾ മൊത്തം 1270 രൂപ അടയ്ക്കാൻ പറയും. 640. ഇനി നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ 210 അവിടെ കാണിക്കില്ല. അപ്പൊ എല്ലാത്തിനും, അതായത് ലോവർ 4 പേപ്പർ എഴുതുന്നത് 640 അടയ്ക്കണം, ഹയർ 4 പേപ്പർ അടയ്ക്കുന്നത് 640 അടയ്ക്കണം, KIR 260 അടയ്ക്കണം. പരീക്ഷാ ഫീസ് അടച്ചുകൊണ്ടേയിരിക്കണം. ഒരു പേപ്പറിനാണെങ്കിൽ ഒരു പേപ്പർ ടിക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേപ്പറിന്റെ ഫീസ് അടച്ചാൽ മതി. 2 പേപ്പറിനെ അപ്ലൈ ചെയ്തോളെങ്കിൽ 2 പേപ്പർ പരീക്ഷാ ഫീസ് അടച്ചാൽ മതി. അല്ലാതെ ഇപ്പൊ ലോവർ ഫസ്റ്റ് ചാൻസ് അല്ല എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ ലോവറിന് അപ്ലൈ ചെയ്യുന്ന ഒരാൾ സപ്പോസ് ഫസ്റ്റ് ചാൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്, KSR മാത്രമായിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ. 4 പേപ്പർ അങ്ങ് അപ്ലൈ ചെയ്തേക്കുക. എന്തായാലും ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ലോവറിന് ഫസ്റ്റ് ചാൻസ് ഉള്ളവര്, ഫ്രീ ചാൻസ് ഉള്ളവര് ഒരു പേപ്പർ മാത്രം ഫ്രീ ആയിട്ട് എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു പേപ്പർ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളെങ്കിൽ ഫീസ് അടയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ റിജക്ഷൻ വരാം, അറിയാൻ പറ്റില്ല. ഫ്രീ ചാൻസ് എടുക്കുന്നെങ്കിൽ 4 പേപ്പറും ഫ്രീ ആയിട്ട് കാണിച്ചേക്കണം. നമുക്ക് ഇഷ്ടമുള്ള പരീക്ഷ എഴുതിയാൽ മതിയല്ലോ. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൺഫർമേഷൻ വ്യവസ്ഥകളൊന്നുമില്ല. ഒന്നും എഴുതിയില്ലേലും ഒന്നുമില്ല. ഫീസ് നമ്മളൊന്നും ചെയ്യില്ല. എപ്പോൾ വേണമെങ്കിലും പിന്നെ എഴുതിയെടുക്കാം. അപ്പൊ ഇത്രയാണ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടുന്ന രീതികൾ. ഇതൊക്കെയാണ്. ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയല്ലോ. ഇതുകൂടാതെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ അയച്ചു തരാം. ആ വീഡിയോ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. 1 day രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം, അതിനുശേഷം എങ്ങനെ അപ്ലൈ ചെയ്യാം, അത് സംബന്ധിച്ചൊരു വീഡിയോ കൂടി അയച്ചു തരാം.
ആ വീഡിയോ കമ്പൾസറി ആയിട്ട് കാണണം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മൾ അടുത്തൊരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സെന്ററിൽ ചെന്നിട്ട് ഞാൻ ഈ തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ ID പ്രൂഫ് ഇതൊക്കെയാണ്, എൻ്റെ മൊബൈൽ നമ്പർ ഇതാണ്, ഒന്ന് അപ്ലൈ ചെയ്തേക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും പോരരുത്. ചെന്നിരുന്ന് അപ്ലൈ ചെയ്യണം. ഇനി അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഏതൊക്കെ പേപ്പറാണ് അപ്ലൈ ചെയ്യേണ്ടതിനെ കുറിച്ച് ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇനിയും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ആണ്. ഇപ്പോഴത്തെ ഈ ഡിസ്കഷനിൽ നിന്ന് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ചോദിക്കാം. ഓഡിയോ അൺമ്യൂട്ട് ചെയ്ത് ഓരോരുത്തരായിട്ട് ചോദിക്കുക. ഹലോ, ഓഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സംസാരിക്കാം. സർ നമുക്കേ ഈ ഒരു സെക്കൻഡ് മാഡം. ചോദിച്ചോളൂ മാഡം. ഹലോ സർ, നമുക്ക് ഈ ലോവർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് KR വേണമെങ്കിൽ പിന്നെ നമുക്ക് എഴുതാമല്ലോ. അപ്പൊ അന്നേരം ഫ്രീ ചാൻസ് KR ലോവറും KR രണ്ട് പരീക്ഷകളാണ്. അപ്പോഴേ സപ്പോസ് ഇപ്പൊ ലോവർ നമ്മൾ ആദ്യം ഫസ്റ്റ് ചാൻസ് ഫ്രീ എടുത്തു, KR അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ KR വീണ്ടും ഫ്രീ ചാൻസ് എടുക്കാം കേട്ടോ. മനസ്സിലായോ? KR എന്ന് പറഞ്ഞാൽ മറ്റൊരു ടെസ്റ്റ് ആണ്. ലോവർ KR ഹയർ മൂന്ന് ടെസ്റ്റുകൾ തന്നെയാണ്. അപ്പൊ ലോവറിന് ഫസ്റ്റ് ചാൻസ് എടുക്കുകയാണെങ്കിൽ പിന്നെ ലോവർ കിട്ടത്തില്ല. പക്ഷെ ലോവർ ഫ്രീ ചാൻസ് എടുത്തിട്ട് KR അപ്ലൈ ചെയ്തിരുന്നു കഴിഞ്ഞാൽ വീണ്ടും KR നമുക്ക് ഫ്രീ ചാൻസ് കിട്ടും. പക്ഷെ അവിടെ കുറിച്ചുള്ള റിസ്ക് ഉണ്ട്. കാര്യം ഇതെല്ലാം ഒരു സിസ്റ്റം ബേസ്ഡ് ആണ്. നേരത്തെ ഒരു ഫ്രീ ചാൻസ് എടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങ് റിജക്ഷൻ വന്നതായി. അപ്പൊ 160 രൂപ ലാഭിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ KR 160 അങ്ങ് അടയ്ക്കുന്നതായിരിക്കും നല്ലത്. അറിയാൻ പറ്റില്ല, ചിലപ്പോൾ റിജക്ഷൻ വന്നുകൂടാന്നില്ല. പിന്നെ റിജക്ഷൻ വന്നാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, ആ ചാൻസ് നഷ്ടപ്പെടും. അവിടെ അപ്പീൽ കൊടുക്കാനോ ഉള്ള സൗകര്യമൊന്നുമില്ല. ഹലോ, കാര്യം ആ പ്രൊഫൈൽ നോക്കുമ്പോൾ നേരത്തെ ആ പ്രൊഫൈൽ തന്നെ ഒരിക്കൽ ഫ്രീ ചാൻസ് എടുത്തിരിക്കുന്നതായിട്ടൊക്കെ അവിടെ സിസ്റ്റം റീഡ് ചെയ്യാം. ചിലപ്പോൾ റിജക്ഷൻ വന്നുകൂടാഴികയില്ല. ചോദിച്ചോളൂ മാഡം. വാട്ടർ അതോറിറ്റിയിൽ ഇപ്പൊ PWD മാനുവൽ PWD A കോഡ്, PWD ഡിപ്പാർട്ട്മെന്റ് കോഡ്, PWD മാനുവൽ 3 പേപ്പേഴ്സ് അല്ലേ? വാട്ടർ അതോറിറ്റി അതെ, PWD മാനുവൽ, PWD A കോഡ് ഇവിടെ ഇതിനകത്ത് കിടപ്പുണ്ട്, വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. വാട്ടർ അതോറിറ്റിക്കാരുടെ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഞാനൊന്നുകൂടെ അയച്ചു തരാം. 3 പേപ്പേഴ്സ് ആണ്. PWD A കോഡ്, PWD ഡിപ്പാർട്ട്മെന്റ് കോഡ്, പിന്നെ PWD മാനുവൽ എന്നും പറഞ്ഞുണ്ട് കേട്ടോ വാട്ടർ അതോറിറ്റിക്കാർക്ക്. അത് പ്രത്യേകം കിടപ്പുണ്ട് ഇവിടെ. യെസ്, ഞാൻ വേണമെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ. ഹലോ സംസാരിക്കുന്ന ചോദിച്ചോളൂ മാഡം. മാഡം ഇയർഫോൺ ഉപയോഗിക്കുന്നൊക്കെ ഒന്ന് മാറ്റി വെച്ച് സംസാരിക്കാമോ? ഹലോ, ഞാൻ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ്, അതായത് എക്സിക്യൂട്ടീവിന് വേണ്ടി കഴിഞ്ഞ കേൾക്കുന്നില്ലേ? കേൾക്കുന്നു, ചോദിച്ചോളൂ, പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചതെന്നു വെച്ചാൽ, ഞാൻ ഒരിക്കൽ എക്സിക്യൂട്ടീവിന് വേണ്ടി കൊടുത്തിരുന്നു. എക്സിക്യൂട്ടീവിന് വേണ്ടി കൊടുത്തു, പക്ഷെ ഞാൻ 230 രൂപയെ അടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വേറെ ആളെ ചെയ്ത് തന്നത്, അത് വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു, ശരിയല്ലേ? ഇത്തവണ ഞാൻ അപേക്ഷ അയക്കുമ്പോ ഈ 210 അടയ്ക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മാഡം അത് PSC തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയും. 360 പ്ലസ് 210 അടയ്ക്കണ്ടേ? ഞാൻ പറയാം. അതായത് മാഡം പരീക്ഷയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ പരീക്ഷാ ഫീസ് ഫ്രീ എടുക്കത്തില്ലല്ലോ. അപ്പോഴവിടെ 320 രൂപ പരീക്ഷാ ഫീസ് കാണിക്കും. ഇനി ഓൾറെഡി മാഡത്തിന്റെ 210 രൂപ PSCയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവർ ഈ 320 കാണിക്കത്തുള്ളൂ കേട്ടോ. ഇനി നേരത്തെ 210 അടച്ചെങ്കിലും PSC സൈറ്റിൽ 210 രൂപ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഡിഫോൾട്ടായി കാണിച്ചിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് പേ. അത് സിസ്റ്റം അവിടെ കാണിക്കും. സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടില്ലെങ്കിൽ കാണിക്കും. നേരത്തെ അടച്ചിട്ടുള്ളത് ഏതെങ്കിലും രീതിയിൽ PSCയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ലെങ്കിൽ അവിടെ 210 കാണിച്ചാൽ തീർച്ചയായിട്ടും അടയ്ക്കണം.
കേട്ടോ. ഓക്കെ ഓക്കെ ഇനി ഓക്കെ ഓക്കെ ഓൾറെഡി അടച്ചിട്ടുണ്ട്, അത് ആക്റ്റീവ് ആണെങ്കിൽ ഈ 210 അവിടെ കാണിക്കില്ല, 320 ഓക്കെ കാണിക്കത്തുള്ളൂ. ഓക്കെ അങ്ങനെയാണ് കേട്ടോ. ഓക്കെ. അല്ല ഓക്കെ നമ്മൾ 160 രൂപ എന്നൊന്നും എഴുതിയൊന്നും വേണ്ട. നമ്മൾ ആ, ഏതൊക്കെ ആ. പേപ്പറിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ പേപ്പർ ടിക്ക് ചെയ്തങ്ങ് വിടുക. ഫ്രീ ആ. ചാൻസ് അവൈൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ഉം. 320 രൂപ ഡിഫോൾട്ടായി കാണിക്കും. ഓക്കെ സർട്ടിഫിക്കറ്റ് ഫീ ഓൾറെഡി പെയ്ഡ് അല്ലെങ്കിൽ 210 കാണിക്കും. ഇതേ ഓക്കെ രീതിയിലാണ്. ഓക്കെ ഓക്കെ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി സാറേ. ഓക്കെ. ഇനി വേറെ ആർക്കാ ഡൗട്ട്സ് ചോദിച്ചോളൂ. ഹലോ യെസ് മാഡം. സാർ, ഒരു ഡൗട്ട് ചോദിക്കാനാണ്. നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ആ സോണിൽ തന്നെ വേണോ എക്സാം സെന്റർ സെലക്ട് ചെയ്യാൻ? നിർബന്ധമില്ല. പക്ഷെ മാഡത്തിന് ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കത്തില്ല. അതെ അല്ലേ? നമുക്കിപ്പോ ഇപ്പൊ ഏത് ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത്? നമ്മളിപ്പോ മലപ്പുറം ജില്ലയിലെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്റെ വീട് കൊല്ലം ജില്ലയിലാണ്. അപ്പൊ നമ്മൾ വെക്കേഷൻ ടൈമിലായിരിക്കും എക്സാം വരിക. കുഴപ്പമില്ല. കൊല്ലം വെച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കില്ലെന്നേ ഉള്ളൂ അങ്ങനെ വരുമ്പോ കേട്ടോ. ഡ്യൂട്ടി ആയിട്ട് വരില്ല അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ജില്ല സോൺ തന്നെ ചൂസ് ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ സാർ. ഓക്കെ. മാഡത്തിന് കൊല്ലം വെച്ച് പരീക്ഷ എഴുതിക്കോ. അപ്പൊ കൊല്ലം ജില്ല വെക്കുക, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം 4 ജില്ലകൾ ചൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ സാർ. മലപ്പുറം ജില്ല ചൂസ് ചെയ്യരുത് കേട്ടോ. ഇല്ല അവിടെ സാർ. മലപ്പുറം ചൂസ് ചെയ്യാൻ അവിടെ കിട്ടത്തതുമില്ല. നമ്മൾ കൊല്ലം സോൺ വെച്ചാൽ കൊല്ലം ജില്ലകളെ കാണിക്കത്തുള്ളൂ. ഓക്കെ. അതെ, അപ്പൊ കൊല്ലം സോൺ അല്ലല്ലോ സാറേ, തിരുവനന്തപുരം സോണിൽ നിന്നല്ലേ? യെസ് തിരുവനന്തപുരം സോൺ. റിയലി സോറി. അതെ. ഓക്കെ സാർ. തിരുവനന്തപുരം സോൺ. ഓക്കെ. അപ്പൊ തിരുവനന്തപുരം സോൺ വെച്ചിട്ട് ആദ്യം കൊല്ലം ജില്ല വെക്ക്. കൊല്ലം വീടടുത്ത് കൊല്ലം ആണെങ്കിൽ ഓക്കെ. കൊല്ലം എവിടെയാണ് വീട്? കൊല്ലം ശാസ്താംകോട്ട. ഓക്കെ. ശരി. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. സാറേ, ഞാനേ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അതിലെ തുളസിയിലാണ് രജിസ്റ്റർ ചെയ്തത്. അത് അപ്പൊ വേറെ. എനിക്കിപ്പോ ഇനി വീണ്ടും രണ്ടാമത് മറ്റേതിൽ രജിസ്റ്റർ ചെയ്യണോ? കമ്പൾസറി ആണ്. തുളസി പറ്റില്ല. തുളസി പറ്റത്തില്ല. തുളസി രജിസ്ട്രേഷൻ അല്ലല്ലോ കാണിക്കുന്നത്. തുളസിയിലല്ല നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമത്. ഒരു സെക്കൻഡ്. അതായത് PSCയുടെ സൈറ്റിൽ കയറുക. അപ്പൊ PSCയുടെ സൈറ്റിൽ കയറുമ്പോൾ ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഞാൻ PSCയുടെ സൈറ്റിലോട്ട് പോവാണ്. നമ്മൾ ഗൂഗിൾ ഞാൻ ക്രോം എടുത്തു. ആദ്യമായിട്ട് PSC സൈറ്റിലേക്ക് തന്നെ വരാം. ഞാനിപ്പോൾ കേരള PSC എന്ന് ടൈപ്പ് ചെയ്യാണ്. PSC ഹോം 2 എന്ന് അടിച്ചു. ഇവിടെ കേരള PSC കിടക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? കേരള PSC എടുക്കുന്നു. ഇവിടെ ഇപ്പൊ കുറച്ച് ബോക്സ് റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ? 5-6 അവിടെ ആദ്യം എഴുതിയേക്കുന്നത് എന്താണ്? 1 ടൈം രജിസ്ട്രേഷൻ ലോഗിൻ. അത് തുളസിയാണ് കേട്ടോ. രണ്ടാമത്തെ ബോക്സ് എന്താ കാണിച്ചേക്കുന്നേ? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ലോഗിൻ. അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പൊ കാണുന്ന 2 ബോക്സില്ലേ? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് രജിസ്ട്രേഷൻ കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യണം. അല്ല സാറേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴും തുളസിയിലാണ് ചെയ്തതേ. നോ തുളസി ചെയ്താൽ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ വീണ്ടും അത് രണ്ടാമത് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ഥലത്ത് ചെയ്താൽ കുഴപ്പമുണ്ടോ? മാഡം, PSC തുളസി ചെയ്താൽ പോരാ. അത് PSC തുളസി എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിക്ക് വേണ്ടിയാണ്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാൻ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ ഈ പറഞ്ഞതുപോലെ ലോഗിൻ ചെയ്യണം കേട്ടോ. ഓക്കെ താങ്ക് യു സാർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി. ഓക്കെ. ഇനി ആർക്കാ ഡൗട്ട്സ്? ഒരു സെക്കൻഡ്. ചോദിച്ചോളൂ. ഹലോ സാർ, ആർക്കും ഡൗട്ട്സ് ഉണ്ട്? ചോദിച്ചോട്ടെ. ഞാനിപ്പോ പ്രിൻസിപ്പൽഷിപ്പിന് വേണ്ടിയിട്ടാണ് ഇത് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാന് KSR 1 ഉം 2 എഴുതണം. അതെനിക്ക് ലോവറോ ഹയറോ എഴുതാമല്ലോ അല്ലേ? അതായത് മാഡത്തിന് ലോവർ 4 പേപ്പറും ഹയർ 4 പേപ്പറും എഴുതാം. വേണമെങ്കിൽ എക്സിക്യൂട്ടീവ് എഴുതാം കേട്ടോ. എല്ലാത്തിനും അപ്ലൈ ചെയ്യാം. ലോവറിന് അപ്ലൈ ചെയ്യാം, ഹയറിന് അപ്ലൈ ചെയ്യാം, എക്സിക്യൂട്ടീവിന് അപ്ലൈ ചെയ്യാം. 10 പേപ്പർ അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യം, ഒന്നിനും ഫ്രീ ചാൻസ് എടുക്കരുത് കേട്ടോ. ഇല്ല. ലോവറിന്റെ സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപ അടയ്ക്കണം. അതുപോലെ തന്നെ ലോവറിന്റെ 640 രൂപ ഫ്രീ ചാൻസ് ക്ലിക്ക് ചെയ്യാതിരുന്നാൽ മതി, ടിക്ക് ചെയ്യാതിരുന്നാൽ മതി. 640 അവിടെ കാണിക്കും. ഹയറിന് 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ്, 640 രൂപ പരീക്ഷ ഫീസ്. ഇനി എക്സിക്യൂട്ടീവ് എഴുതുന്നെങ്കിൽ എക്സിക്യൂട്ടീവിന് 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ്, ഫ്രീ ചാൻസ് അവൈൽ ചെയ്യാതിരുന്നാൽ 320 രൂപ പരീക്ഷ ഫീസ് കാണിക്കും. അപ്പൊ 3 210, 2 640, 1 320 അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ. 1500 മുകളിൽ വരും അത് കേട്ടോ. എഴുതേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട. കോളേജ് പ്രൊഫസേഴ്സിൽ KR വേണ്ട. ലോവറോ ഹയറോ എക്സിക്യൂട്ടീവോ ജയിച്ചാൽ മതി. എല്ലാം എഴുതാം. ഹയർ പാസ് ആവണ്ടേ ശരിക്കും? അക്കൗണ്ട്സ് നോ കമ്പൾസറി ഇല്ല. ലോവർ മതി.
ലോവർ മതി. കോളേജ് പ്രൊഫസേഴ്സിന് ലോവർ മതി. അതുകൊണ്ട് ലോവർ ഹയർ എഴുതുക. കാരണം നമ്മൾക്ക് ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലോവറിൽ നിന്നും ഹയറിൽ നിന്നും കൂടെ 4 പേപ്പർ ജയിച്ചാലും മതിയല്ലോ. അതുകൊണ്ടാണ് ലോവർ പരീക്ഷ ടെസ്റ്റ് മതിയായിട്ടുള്ളവർ ഹയർ കൂടി അപ്ലൈ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പൊ ഏപ്രിൽ വെക്കേഷൻ ആണല്ലോ. അപ്പൊ എനിക്ക് എറണാകുളം സോൺ വെച്ച് എഴുതിക്കോ, നോ പ്രോബ്ലം. PSC അത് അംഗീകരിക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സോൺ തന്നെ പരീക്ഷ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് കേരളത്തിൽ എവിടെയും പോയി പരീക്ഷ എഴുതാം. പക്ഷേ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ ഡ്യൂട്ടി ആയി കണക്കാക്കത്തില്ല സോൺ മാറി എഴുതിയാൽ കേട്ടോ. അതേ ഉള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സർ. യെസ് മാഡം. ഇനി ആർക്കാ സംശയം? ഹലോ. യെസ് മാഡം. യെസ് മാഡം, പറഞ്ഞോളൂ മാഡം, ചോദിച്ചോളൂ. സർ, നേരത്തെ ടീച്ചർ ചോദിച്ചത് പ്രിൻസിപ്പൽ പോസ്റ്റിലേക്കുള്ളതാണോ? ആ പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് നമ്മൾ ലോവറാണോ എഴുതേണ്ടത്? അതായത് പ്രിൻസിപ്പൽ പോസ്റ്റില് പ്രിൻസിപ്പൽ പോസ്റ്റിൽ എന്റെ അറിവ് വെച്ചിട്ട് ഒന്നുകിൽ ലോവർ, അല്ലെങ്കിൽ ഹയർ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ടെസ്റ്റിൽ ഏതെങ്കിലും മതി കേട്ടോ. പക്ഷേ കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കമ്മ്യൂണിക്കേഷനില് അക്കൗണ്ടൻസി ലോവർ എങ്കിലും ജയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് എക്സിക്യൂട്ടീവ് ടെസ്റ്റ് ജയിക്കാൻ പറയുന്നില്ല. അതുകൊണ്ട് കോളേജ് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ലോവർ ഹയറും ആണ് എഴുതുന്നത് കേട്ടോ. എന്നാൽ എക്സിക്യൂട്ടീവ് ആയാലും മതിയാകും എന്നാണ് എന്റെ അറിവ് കേട്ടോ. അപ്പൊ ലോവർ. യെസ് മാഡം, ചോദിച്ചോളൂ. ഞാനൊരു 20 വർഷം മുന്നേ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതാണ്. ഇല്ല, പിന്നീട് അത് വൺ ടൈം രജിസ്ട്രേഷൻ അന്നൊന്നും രജിസ്ട്രേഷൻ ഇല്ല. ഇല്ല. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റ് ലോഗിനിൽ കയറിയിട്ട് ലോഗിൻ രജിസ്റ്റർ ചെയ്യണം. 20 കൊല്ലം മുമ്പൊന്നും ഓൺലൈൻ രജിസ്ട്രേഷൻ ഇല്ല ഇവിടെ. ഹലോ, 20 വർഷം മുമ്പ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഇല്ല. അപ്പോൾ ഇപ്പോൾ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് പിന്നെ ഇതിന് മുന്നേ എനിക്ക് ഓർമ്മയിലില്ല, യൂസർ ID പാസ്വേഡ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. അപ്പൊ മാഡം 20 വർഷം മുമ്പ് PSC ഓൺലൈൻ രജിസ്ട്രേഷൻ കേരളത്തിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് ഇല്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പൊ നമ്മള് പിന്നെ ഫീസ് അപ്പൊ നമുക്ക് ഫ്രീ ചാൻസ് ഉണ്ടാവില്ലല്ലോ? ഫ്രീ ചാൻസ് ഉണ്ടാവോ? ഇല്ല, കോളേജ് പ്രൊഫസേഴ്സിനൊന്നും ഫ്രീ ചാൻസ് ഇല്ല. ഫ്രീ ചാൻസ് അവൈൽ ചെയ്യണ്ട കേട്ടോ. ആപ്ലിക്കേഷൻ റിജക്ഷൻ വരും. ഓക്കെ. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സും HSST ഫ്രീ ചാൻസ് അവൈൽ ചെയ്യണ്ട. അതിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് ഫ്രീ ചാൻസ് ഇല്ല. ഹെഡ് നേഴ്സസിന് ഫ്രീ ചാൻസ് ഇല്ല. മറ്റ് ക്ലർക്കന്മാർക്ക്, മറ്റ് AEമാര്, അങ്ങനെ ടെക്നിക്കൽ സ്റ്റാഫിനൊക്കെ ഉണ്ട്. പിന്നെ കോളേജ് സ്കൂൾ ടീച്ചേഴ്സിനെല്ലാം ഫ്രീ ചാൻസ് ഫസ്റ്റ് ഉണ്ട്. ആദ്യത്തെ തവണ ലോവറിനും KERനും ഒക്കെ ഫീസ് അടയ്ക്കണ്ട. ഹലോ സാർ, ഒരു ഡൗട്ടും കൂടിയേ. മുൻപ് രജിസ്റ്റർ ചെയ്തവര് ഇനിയിപ്പം അടുത്ത നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഏത് ടാബിലേക്ക് ഇനി പോവുക? ആദ്യമായി ചെയ്യുന്ന ഒരു ന്യൂ രജിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനി അപ്പൊ അത് ടീച്ചറെ നമ്മൾ ചെയ്യുന്നത് PSCയുടെ സൈറ്റിൽ കയറുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ലോഗിൻ നമ്പർ കിടപ്പില്ലേ? അതെ, അവിടെ ക്ലിക്ക് ചെയ്യണം. അതിൽ കയറി അപ്പോഴേ നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ അവിടെ ലോഗിൻ ID നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചില്ലേ? അതായത് ഞാൻ ഒന്നുകൂടി വേണേ സ്ക്രീൻ ഷെയർ ചെയ്യാം. അതായത് ഇപ്പൊ ടീച്ചർ പറഞ്ഞ ഒരു സംശയം ഇതാണ്. ഒരു സെക്കൻഡ്. ഞാനിപ്പോ ഗൂഗിൾ എടുക്കുന്നു, സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുകയാണ് എൻ്റെ. PSC സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. PSC ഞാൻ ടൈപ്പ് ചെയ്തു, ഹോം PSC ഡിപ്പാർട്ട്മെന്റ് എടുത്തു. ടീച്ചർ ഇപ്പൊ പറഞ്ഞ ഇതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ആദ്യം കാണുന്നത് PSC തുളസിയാണ്. രണ്ടാമത്തെ ബട്ടൺ ഇല്ലേ, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ലോഗിൻ, കാണുന്നുണ്ടോ? ഹലോ, കാണാം. ക്ലിക്ക് ചെയ്യാം. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് റിസൾട്ട്സ്, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് രജിസ്ട്രേഷൻ കാണുന്നുണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ കണ്ടില്ലേ? യൂസർ ID പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യണം കേട്ടോ. ശരി. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ PSC ഓഫീസോട്ട് ബന്ധപ്പെടേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് നേരത്തെ തന്നെ ഇതൊക്കെ ലോഗിൻ ചെയ്ത് നോക്കണം. ചിലപ്പോൾ നമ്മൾ യൂസർ ID പാസ്വേഡ് ഒക്കെ തെറ്റാണെങ്കിൽ PSC ഓഫീസിൽ വിളിച്ച് പറഞ്ഞാൽ അവർ ശരിയാക്കി തരും കേട്ടോ. പ്രിൻസിപ്പൽമാർ പ്രൊമോഷനിൽ അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ സെലക്ട് ചെയ്യേണ്ടത്? എക്സാം
സാർ അതെ, അത് PSC അതായത് യഥാർത്ഥത്തിൽ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റൂളിലും വ്യക്തമായിട്ട് എക്സിക്യൂട്ടീവ് ടെസ്റ്റ് മതി എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷനിൽ അക്കൗണ്ടൻസി ലോവർ എങ്കിലും ജയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സർക്കുലർ ഉണ്ട്. ഹയർ സെക്കൻഡറി ടീച്ചർ പ്രിൻസിപ്പൾ ആവാനുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് അക്കൗണ്ടൻസി ലോവർ അല്ലെങ്കിൽ KER മതി എന്ന് KER പറയുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ KER പറയുന്നുണ്ട് സാർ അവർക്ക്. ഇതിനകത്ത് ഇപ്പൊ സെലക്ട് ചെയ്തത് അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആണോ സാർ? ഏത് തസ്തികയില വർക്ക് ചെയ്യുന്നത്? HSST. അപ്പൊ സാറിന് രണ്ടും എഴുതാം. ഒന്നിൽ അക്കൗണ്ടൻസി ലോവർ എഴുതാം, അല്ലെങ്കിൽ അക്കൗണ്ടൻസി ഫോർ എക്സിക്യൂട്ടീവ് ഓഫർ എഴുതാം. രണ്ടും എഴുതാം. ഏതെങ്കിലും ഇഷ്ടമുള്ളത് എഴുതിയാൽ മതി കേട്ടോ. ലോവർ 2 പേപ്പറേ ഉള്ളൂ. ഇനിയിപ്പോ പ്രിൻസിപ്പൽ ആകാൻ ചാൻസ് ഉണ്ടോ ഉടനെ? ഉണ്ടെങ്കിൽ ലോവറും എക്സിക്യൂട്ടീവ് അങ്ങ് എഴുതുക, ഹയറും എഴുതുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ലോവറോ ഹയറോ എക്സിക്യൂട്ടീവ് ഏതെങ്കിലും ഒക്കെ ജയിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, പരീക്ഷ എന്നത്തേക്ക് വരുമെന്ന് ഒരു സാറ് ചോദിച്ചിരിക്കുന്നു. ഇലക്ഷൻ ആയതുകൊണ്ട് ഏപ്രിൽ മാസത്തേക്ക് പരീക്ഷ പോകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ മാർച്ച് ലാസ്റ്റൊക്കെ പരീക്ഷ തുടങ്ങേണ്ടതാണ്. മാർച്ച് ലാസ്റ്റ് വീക്കിൽ. ഇപ്പൊ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലൊക്കെ ഇലക്ഷൻ 10-ാം തീയതിക്കൊക്കെ വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചിലപ്പം ഏപ്രിൽ മാസത്തേക്ക് പരീക്ഷ പോയേക്കാം. ലോവറില് 4 സബ്ജക്റ്റും വ്യത്യസ്ത ടൈമിലല്ലേ ഉണ്ടാവുള്ളൂ? 4 ദിവസങ്ങളായിരിക്കും. ചിലപ്പോൾ ചില പരീക്ഷകൾ അടുത്തടുത്ത തീയതികൾ വരാം, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഗ്യാപ്പ് വരാം കേട്ടോ. ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞായിരിക്കും ഹയർ പരീക്ഷ നടത്തുന്നത്. ചിലപ്പോൾ 1 മാസം കൊണ്ടായിരിക്കും ഇതെല്ലാം കൂടെ തീരുന്നത്. അത് പലപ്പോഴും പല രീതിയിലാണ് വരുന്നത് കേട്ടോ. എന്തായാലും ഒരു ദിവസം ഒരു പരീക്ഷ കാണത്തുള്ളൂ. യെസ് സാർ, ചോദിച്ചോളൂ സാർ. അപ്പോൾ സാറ് വേറെ ഒരു പേപ്പറും കിട്ടിയിട്ടില്ലേ? ഇല്ല, വേറില്ല. ട്രഷറി കോഡ് ഹയറേ കിട്ടിയില്ലോ, വേറെ ഒന്നും കിട്ടിയില്ല. അത് മതി. ഇനി ട്രഷറി കോഡ് എഴുതണ്ട. ഇനി ലോവറും ഹയറും ബാക്കി 3 പേപ്പർ എഴുതുക കേട്ടോ. അത് പിന്നെ ഇനി നമ്മൾ പണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി രജിസ്റ്റർഡ് ആണല്ലോ. പ്രൊഫൈൽ ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫീസ് അടക്കല്ലേ കൊണ്ടുല്ലേ? യെസ്, കറക്റ്റ്. പരീക്ഷയ്ക്ക് സാറിന്റെ പ്രൊഫൈൽ കയറിയാൽ അപ്ലൈ ഫോർ ടെസ്റ്റ് എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ അവിടെ കിടപ്പുണ്ടാവും. എടുത്തങ്ങ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ട്രഷറി കോഡിന് എഴുതണ്ട. ട്രഷറി കോഡിന് എഴുതണ്ട സാർ. ലോവറും ഹയറും 3 പേപ്പർ അപ്ലൈ ചെയ്യാല്ലേ? യെസ്, കറക്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. വേറെ ആർക്കും സംശയം ഉണ്ടോ? സാർ, നമ്മൾ ലോവറും ഹയറും എക്സിക്യൂട്ടീവും എഴുതുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുക? എന്തിന്റെ സർട്ടിഫിക്കറ്റ് അവർ തരിക? നമ്മൾ ലോവർ 2 പേപ്പർ, ലോവർ അതായത് ഈ ലോവറും എക്സിക്യൂട്ടീവും ഹയറും എഴുതിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇപ്പോഴ് സപ്പോസ് ഞാൻ ഉദാഹരണം പറയാം. ലോവറിന്റെ 1 പേപ്പർ ജയിച്ചു എന്നിരിക്കട്ടെ, ഹയറിന്റെ 4 പേപ്പറും ജയിച്ചു. അങ്ങനെ ഹയറിന്റെ 4 പേപ്പറും ജയിച്ചാൽ ഹയറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ലോവറിന്റെ 1 പേപ്പർ ജയിച്ചതുകൊണ്ട് ലോവറിന്റെ സർട്ടിഫിക്കറ്റും കിട്ടും. മനസ്സിലായോ? അതായത് ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലോവറിന്റെ ഏതെങ്കിലും 1 പേപ്പറും ബാക്കി ഹയറും ജയിച്ചാലും മതിയാകും. എന്നാൽ ഇപ്പൊ ലോവറിന്റെ 2 പേപ്പർ ജയിച്ചു, ഹയറിന്റെ 2 പേപ്പർ ജയിച്ചു, അപ്പൊ 4 പേപ്പർ ആയെങ്കിൽ ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി അതല്ല, ലോവറിന്റെ 1 പേപ്പറോ 2 പേപ്പറോ ജയിച്ചു, ഹയറിന്റെ എല്ലാ പേപ്പറും ജയിച്ചിട്ടുണ്ടെങ്കിൽ ലോവറിന്റെ സർട്ടിഫിക്കറ്റും ഹയറിന്റെ സർട്ടിഫിക്കറ്റും കിട്ടും. അങ്ങനെയാ കേട്ടോ. എക്സിക്യൂട്ടീവ് 2 പേപ്പറും ജയിച്ചാൽ എക്സിക്യൂട്ടീവിന്റെ കിട്ടും. എക്സിക്യൂട്ടീവിനും വേറെ ചോയ്സ് ഉണ്ട്. അതായത് എക്സിക്യൂട്ടീവിന് ഇപ്പൊ ഫിനാൻഷ്യൽ കോഡ് ജയിക്കുന്നു, KSR ജയിച്ചില്ല, പകരം ലോവറിന്റെ KSR ജയിച്ചാൽ എക്സിക്യൂട്ടീവിന്റെ സർട്ടിഫിക്കറ്റും കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ അടുത്ത സമയത്ത് വന്നതാ. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് എഴുതുന്നവര് ലോവറിന്റെ KSR കൂടി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതായത് ലോവറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലോവറിന്റെ 4 പേപ്പറും ജയിക്കണ്ട, എന്നാൽ ഹയറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഹയറിന്റെ 4 പേപ്പറും ജയിക്കണം. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഡെമോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലോവറിന്റെ 2 പേപ്പർ ജയിച്ചു, 3ഉം 4ഉം ഹയർ ജയിച്ചാൽ ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി ലോവറിന്റെ 1 പേപ്പറേ ജയിച്ചോട്ടുള്ളൂ, ബാക്കി 3 പേപ്പർ ഹയർ ജയിച്ചാൽ ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി ഹയറിന്റെ 4 പേപ്പറും ജയിച്ചിട്ടുണ്ട്, ലോവറിന്റെ ഏതെങ്കിലും 2 പേപ്പർ ജയിച്ചു, അപ്പോൾ ഹയറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, ലോവറിന്റെ സർട്ടിഫിക്കറ്റും കിട്ടും. അങ്ങനെയാണ്. ഇനി എക്സിക്യൂട്ടീവ് എഴുതിയിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് 2 പേപ്പറും ജയിച്ച സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഫിനാൻഷ്യൽ കോഡ് ജയിച്ചിട്ടുണ്ട്, ലോവറിന്റെ KSRും ജയിച്ചിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ സർട്ടിഫിക്കറ്റും കിട്ടും.
അങ്ങനെ 3 സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി കാണിക്കും. യെസ് സാറേ ദീപേഷൻ ഒന്നുകൂടിയേ. അപ്പോ എങ്ങനെ സാറേ സാർ? ട്രഷറി കോഡ് ദീപേഷൻ ഒന്നുകൂടി ചോദിക്കാനാന്നേ. ഉം. ആ ചോദിച്ചു. ട്രഷറി കോഡ് ഹയറാ കിട്ടിയത്. അപ്പൊ എനിക്ക് കേസ് ഈ ലോവർ 3 പേപ്പറും കൂടി സാറേ കിട്ടിയാലും സാറേ നമുക്ക് certificate- സാർ ട്രഷറി കോഡ് ഹയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി സാർ ട്രഷറി കോഡ് എഴുതണ്ട. അല്ല അതല്ല ഞാൻ പറഞ്ഞേ. ഇനി എനിക്ക് കേസ് അല്ല ട്രഷറി ഇത് പിന്നെ ലോവർ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൂലേ? സാർ 3 ലോവറിന്റെ ഈ സാറിന്റെ 3 പേപ്പർ ജയിച്ചാൽ മതി. പോരെ? ആ 3 പേപ്പർ ജയിച്ചാൽ ട്രഷറി സർട്ടിഫിക്കറ്റ് കിട്ടും. ഹയർ ആയാലും കുഴപ്പമില്ലല്ലോ അല്ലേ? നമുക്ക് ഹയർ ഇല്ല ഒന്ന് കിട്ടി പിന്നെ ബാക്കി ഹയർ 3 പേപ്പർ ജയിച്ചാലും മതി, ഹയറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ല ലോവർ 3 ജയിച്ചാലും കിട്ടൂലല്ലേ? കിട്ടും 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 തീർച്ചയായിട്ടും. ആ ലോവറോ ശരി. ഹയറോ ജയിച്ചാൽ മതി സാർ. ട്രഷറി കോഡ് ആയാലും ഫിനാൻഷ്യൽ കോഡ് ആയാലും ബഡ്ജറ്റ് ആയാലും KSR ആയാലും ലോവറോ ഹയറോ ജയിച്ചാൽ മതി കേട്ടോ. എന്തായാലും ഒരു ഇപ്പൊ സർട്ടിഫിക്കറ്റ് നമ്മള് കിട്ടില്ല. ഫീസ് ഓൾറെഡി അടച്ചോണ്ട് ഇനി ഒരു പേപ്പർ ജയിച്ചോണ്ട് ഇനി പൈസ നടക്കണ്ടല്ലോ. അതിന്റേത് വേറെ നടക്കണ്ടല്ലോ സർട്ടിഫിക്കറ്റിന്റെ. സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണ്ട, അത് കാണിക്കത്തതുമില്ല അവിടെ. ഇല്ല ഒരു- അത് ഒരു- ഒന്നിച്ച് ഒരു മാത്രം ഒരു പേപ്പറിന് 360 രൂപ വെച്ച്. സാർ ഒരു കാര്യം ചെയ്യുക, ലോവറിന്റെ ആ. 3 പേപ്പർ അപ്ലൈ ചെയ്യുക, അതേ പേപ്പർ ഹയറിനും അപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ ആ. കാണിക്കുന്നത് 160 ഇൻറ്റു 3 480 ലോവർ 480 ഹയർ ഇത്ര അടയ്ക്കണം കേട്ടോ. ശരി ശരി. അതവിടെ കാണിക്കും. ഓക്കെ. സാർ ഇതൊന്നും അവിടെ നിന്ന് എൻട്രി ചെയ്യുന്നു വേണ്ട, പേപ്പർ അങ്ങ് ആ അപ്ലൈ ആ ചെയ്താൽ മതി, പരീക്ഷ ഫീസ് അവിടെ ഓ കാണിക്കും. ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ. ശരി സാർ. ഓക്കെ. ആ ഇനി സംശയം ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ സാർ. ഓക്കെ താങ്ക് യു. ശരി ശരി. ശരി സാർ. ശരി സാർ. ഓക്കെ. ഇനി ആർക്കില്ല സംശയം ഉണ്ടോ ചോദിച്ചോളൂ സാർ. ഹലോ സാറേ ഈ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ചാൻസ് ഉള്ള പരീക്ഷ എഴുതാൻ? സാർ അടുത്ത പരീക്ഷ ഇനി നോട്ടിഫിക്കേഷൻ വരുന്നത് അടുത്ത ജൂണിലാണ് കേട്ടാ. അടുത്ത ജൂണിൽ നോട്ടിഫിക്കേഷൻ വരും. ആ പരീക്ഷ ഒരു ഒക്ടോബർ മാസം, സെപ്റ്റംബർ ലാസ്റ്റ്, സെപ്റ്റംബർ ഒക്ടോബർ കാണും.